അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ധന്യാസാമാണ്. തൻ്റെ ജീവിതത്തിലെ അത്ഭുത സാക്ഷ്യം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഈ സാക്ഷ്യം പ്രേക്ഷകരുടെ ജീവിതത്തിൽ വലിയ പ്രചോദനവും വിശ്വാസവും നിങ്ങൾക്ക് പ്രോത്സാഹനവും പകരുന്നതാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിലെ ബാല്യകാലം മുതൽ ഇന്നേ വരെ തന്നെ നടത്തിയ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. അത്ഭുത വിടുതലിൻ്റെ സാക്ഷ്യം ആകിയാൽ ഈ സാക്ഷ്യം ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ, കേൾക്കുവാൻ, ഷെയർ ചെയ്ത് കൊടുക്കുവാൻ നമുക്കിടയായി തീരുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ അറിയിക്കണം. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ അക്കാര്യം ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അരോമ ടിവിയിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരെ പ്രേക്ഷകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് സിസ്റ്റർ ധന്യാസാമിനെ ഞങ്ങൾ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി ക്ഷണിച്ചുകൊള്ളും. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ദിവസം കൂടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുവാൻ, സാക്ഷ്യവുമായി നിൽക്കുവാൻ കർത്താവ് ഒരുക്കിയ വിലയേറിയ ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അരോമ TV ചാനലിലേക്ക് എന്നെ ക്ഷണിച്ച ഗുജറാത്തിലെ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്റർ, അതുപോലെ അരോമ TV ചാനലിനോട്, അരോമ TV ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവജനങ്ങൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ എൻ്റെ സ്നേഹ വന്ദനം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേര് ധന്യ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വിഴവൂർ എന്ന ദേശത്താണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞ് ഏകദേശം ഒരു 9 വർഷത്തോളം മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. ഞാനിപ്പോൾ ജോലി റിസൈൻ ചെയ്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡിൻ്റെ പേര് സാംരാജ് എന്നാണ്. അദ്ദേഹം ഒരു പാസ്റ്ററാണ്. ഇന്ന് കർത്താവിൻ്റെ വേലയിൽ അധികമായി ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു അഭിഷക്തനാണ്. അതുപോലെ എനിക്കൊരു മോളുണ്ട്. മോളുടെ പേര് നിമ എന്നാണ്. മോള് 1st സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞങ്ങൾ 3 പേരും ഇന്ന് കർത്താവിൻ്റെ വേലയിൽ നിൽക്കുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി കൊണ്ടിരിക്കുന്നു. ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശരിക്കും എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നതെന്ന് വെച്ചാൽ ബാല്യകാലം മുതലാണ്. ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലത്തൂർ ദേശത്താണ് ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം. പപ്പ, അമ്മ, അനിയത്തി, അനിയൻ, ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ്. പപ്പയുടെ പേര് അപ്പുക്കുട്ടൻ എന്നാണ്. അമ്മയുടെ പേര് ബൈനറ്റ്, അനിയത്തി ധനീഷ, അനിയൻ അനീഷ്. ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് ഞങ്ങളുടേത്. പപ്പയുടെ ജോലി എന്ന് പറയുന്നാൽ തടി അറുക്കാനും മുറിക്കുവാനും അതിൻ്റെ ചെറിയ ചെറിയ തടി ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ഒരു ജോലിയാണ് എൻ്റെ പപ്പ ചെയ്തിരുന്നത്. അതുപോലെ എൻ്റെ അമ്മ ഒരു ഹൗസ് വൈഫാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി അങ്ങനെ പോയിരുന്നു. അപ്പോഴും ഞാനൊരു നാമധേയ ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ച് വളരുവാൻ ഇടയായത്. ശരിക്കും യേശു ദൈവമെന്നറിയാം, പള്ളിയിൽ പോകണമെന്നറിയാം, പ്രാർത്ഥിക്കണമെന്നറിയാം. അതിനപ്പുറമായി യേശുവിനെ ആരാധിക്കണമെന്നോ വചനം ധ്യാനിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു രക്ഷ ഉണ്ട് എന്നോ ഒരു സ്നാനം, ഒരു അഭിഷേകമുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നും ഒന്നും വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഞങ്ങൾ ജീവിച്ചിരുന്ന എൻ്റെ കൊച്ചു പ്രായം ഞാൻ പറയട്ടെ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാനാണ് മൂത്തയാള്, എൻ്റെ ഇളയത് 2 പേരാണ്. അപ്പോൾ ഞാൻ 9ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മ എപ്പം പറയുന്ന കാര്യമാണ്, ഞങ്ങൾ 3 പേരിലും വെച്ച് നന്നായിട്ട് പഠിക്കുന്നത് തന്നെയാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അമ്മയ്ക്കും എൻ്റെ സ്കൂളിലുള്ളവർക്കും ദേശത്തിലുള്ളവർക്കും എന്നോട് എൻ്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പഠിച്ച് ഏതെങ്കിലും ഒരു ഉന്നത നിലവാരങ്ങളിലൊക്കെ എത്തിച്ചേരും എന്നൊക്കെ ഒരു പ്രതീക്ഷ എന്നെക്കുറിച്ച് എൻ്റെ വീട്ടുകാർക്കുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ 9ാം ക്ലാസ് സ്കൂള് തുറന്നു. സ്കൂളിൽ പോയി തുടങ്ങി വളരെ കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. പെട്ടെന്ന് എനിക്കൊരു പനി വന്നു. ആ പനി എന്ന് വെച്ചാൽ വളരെ ശക്തമായ പനിയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സാധാരണ ഒരു കൊച്ചു കുടുംബമാണ്. എൻ്റെ അമ്മ പെട്ടെന്ന് എന്നെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ ചെസ്റ്റിൽ സ്റ്റെത്ത് വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, ധന്യയ്ക്ക്
ധന്യയുടെ ഹാർട്ടിന്റെ ശബ്ദത്തിന് ഒരു വല്ലാത്ത വ്യത്യാസം തോന്നുന്നുണ്ട്. ഇത് സാധാരണ കേൾക്കുന്ന ശബ്ദമല്ല, ഒരു മർമറിങ് ശബ്ദം പോലെ വളരെ വ്യത്യാസം തോന്നുന്നു. എന്തായാലും നിങ്ങൾ എൻ്റെ സജഷ്യപ്രകാരം ട്രിവാൻഡ്രത്ത് ഒരു കാർഡിയക് ഹോസ്പിറ്റലുണ്ട്, ശ്രീചിത്ര ഹോസ്പിറ്റലിലെ. പെട്ടെന്ന് അർജന്റായിട്ട് കുട്ടിയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ, ഒരു സ്റ്റെത്ത് വെച്ചു എൻ്റെ ചെസ്റ്റിൽ വെച്ച് ഡോക്ടർ നോക്കി. ഡോക്ടർ ഒരു പ്രത്യേക ഒരു ശബ്ദം ഡോക്ടറിനെ സ്റ്റെതസ്കോപ്പിൽ കൂടെ കേൾക്കുവാനിടയായി. പെട്ടെന്ന് തന്നെ ഡോക്ടർ ഇങ്ങനെ സജസ്റ്റ് ചെയ്തു. എൻ്റെ അമ്മയും പപ്പയും എന്നെ വളരെ വേഗം തന്നെ ശ്രീചിത്രയിലെ കാർഡിയക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായി. ആമേൻ. അവിടെ എത്തിയപ്പോഴത്തേന് ഡോക്ടർ എക്സ്റേ, ECG, എക്കോ തുടങ്ങിയ കാർഡിയക് റിലേറ്റഡ് എല്ലാ ടെസ്റ്റുകൾക്ക് എന്നെ വിധേയമാക്കിയിട്ട് എൻ്റെ പപ്പയും അമ്മയും വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഇങ്ങനെ ഡയഗ്നോസ് ചെയ്തു, എൻ്റെ അസുഖം ഇതാണെന്ന് ഇങ്ങനെ അവർ ഡയഗ്നോസ് ചെയ്തു. ബൈലാറ്ററൽ മിട്രൽ വാൽവോട്ടമി. നമുക്കറിയാമല്ലോ, ഇതിന്റെ മലയാളം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ മിട്രൽ വാൽവ് നന്നായി ചുരുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റൽ ഓർഗൻ ആണ് നമ്മുടെ ഹാർട്ട്. ഈ ഹാർട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളെ ബോഡിയെ മുഴുവൻ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ വാൽവിന്റെ ചുരുക്കം, ഈ വാൽവിന്റെ ഫങ്ഷൻ എന്ന് പറയുവാണെങ്കിൽ ഞാൻ ഒരു 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. മിട്രൽ വാൽവിന്റെ യഥാർത്ഥ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഡയറക്ഷൻ ആണ്. കൃത്യമായി ബ്ലഡ് കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുകയാണ് ഇതിന്റെ യഥാർത്ഥ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാൽവ് കൃത്യമായി ഫങ്ഷൻ ചെയ്തില്ല എങ്കിൽ കൃത്യമായി ഈ ബ്ലഡ് സപ്ലൈ എല്ലാ സ്ഥലങ്ങളിലും എത്തത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് മിട്രൽ വാൽവ് സ്റ്റീനോസിസ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കൃത്യ അളവില്, കൃത്യദിശയില്, കൃത്യസമയത്ത് രക്തം കൃത്യമായി എത്തത്തില്ല. ഇതാണ് മിട്രൽ വാൽവ് സ്റ്റീനോസിസ്. ഇതാണ് എൻ്റെ അസുഖം എന്ന് ഡോക്ടർ പറഞ്ഞു. ഈ അസുഖം ധന്യയ്ക്ക് വളരെ ക്രിട്ടിക്കലാണ്. ഒരു മോഡറേറ്റോ അല്ലെങ്കിൽ ഒരു മിനിമം രീതിയിലല്ല ധന്യയുടെ ഹാർട്ടിനെ, വാൽവിനെ ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ക്രിട്ടിക്കൽ, സിവിയർ മിട്രൽ വാൽവ് സ്റ്റീനോസിസ് എന്നാണ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ അർജന്റായിട്ട് ഒരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്യണം, വേഗം തന്നെ നിങ്ങൾ അതിന്റെ ക്യാഷ് ഒക്കെ റെഡിയാക്കണം. അങ്ങനെ എന്നെ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ ട്രിവാൻഡ്രത്തെ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ എന്നെ ഡോക്ടർ അഡ്മിറ്റ് ചെയ്തിട്ട് എൻ്റെ തൊടയിലൂടെ, എൻ്റെ ലെഫ്റ്റ് ലെഗിലൂടെ ഒരു ഗൈഡ് വയർ ഹാർട്ടിലോട്ട് കടത്തിവിട്ട് എൻ്റെ വാൽവിനെ, അങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന വാൽവിനെ അവർ നിവർത്തുന്ന പ്രൊസീജിയറാണ് ബൈലാറ്ററൽ മിട്രൽ വാൽവോട്ടമി എന്ന പ്രൊസീജിയർ അവർ ചെയ്തു. കുറച്ച് ദിവസങ്ങളോളം ഞാൻ ICUവിൽ സർജറി കഴിഞ്ഞ് വിശ്രമിച്ചു. വാർഡിൽ മാറ്റി എന്നെ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പപ്പയും അമ്മയും വിളിച്ചിട്ട് ഡോക്ടർ കുറേ ഉപദേശങ്ങൾ കൊടുത്തു. ആ ഉപദേശങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, ധന്യയുടെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. ധന്യക്ക് ഇനി സ്കൂളിൽ പോകാൻ കഴിയില്ല. എന്ന് വെച്ചാൽ അവൾക്ക് സ്ട്രെയിൻ ആയിട്ടോ ഒരു വർക്ക് പോലും അവളെ കൊണ്ട് ഇനി ചെയ്യാൻ കഴിയില്ല. കാരണം ഷീസ് വെരി ക്രിട്ടിക്കലാണ്. അവളുടെ കണ്ടീഷൻ അത്രയും ഗുരുതരമാണ്. മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഞങ്ങൾ ജസ്റ്റ് നൂത്ത് വച്ചിരിക്കുന്നെങ്കിലും അവളുടെ ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളും എല്ലാം വളരെ പരിതാപകരമായ രീതിയിലാണ് ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ വേണോ മരണം സംഭവിക്കാം. ഇനി സ്കൂള് വിദ്യാഭ്യാസത്തിന് അവൾ അയക്കാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇൻഫെക്ഷൻ അടിക്കാൻ പാടില്ല, പൊടി അടിക്കാൻ പാടില്ല, ടൈറ്റ് ആയിട്ടുള്ള ഇന്നർ വിയേഴ്സ് ഒന്നും ധരിക്കാൻ പാടില്ല, വെയിറ്റ് എടുക്കാൻ പാടില്ല, ഒരു ജലദോഷമോ ചുമയോ ഒന്നും വരാതെ അവളെ സൂക്ഷിക്കണം എന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് ശ്രീചിത്ര എന്ന കാർഡിയോളജിസ്റ്റ് എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും കൊടുത്തു. അത് കഴിഞ്ഞ് അവർ ഒരു വാക്ക് കൂടെ എൻ്റെ പപ്പയോടും അമ്മയോടും പറഞ്ഞു, അഥവാ ബൈ ചാൻസ്, ഗോഡ് ഗ്രേസ്, അവൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവൾ കുറച്ചുകൂടെ വലുതാകുന്ന സമയത്ത്, ആ ഡോക്ടർ ഒരു സീനിയർ ഡോക്ടറാണ്, അവൾക്ക് ഒരു കുടുംബ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം ഒരിക്കലും അവൾക്ക് ഒരു അമ്മയാകാൻ കഴിയില്ല. അവൾക്ക് അവളുടെ ബോഡിയിൽ ശരിക്കും കറക്റ്റായിട്ടുള്ള ബ്ലഡ് സപ്ലൈ കിട്ടുന്നില്ല. അപ്പോൾ ഒരിക്കലും അവൾക്ക് ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യാനോ അതിനെ ഡെലിവേർഡ് ചെയ്യാനോ അവൾക്ക് കഴിയത്തില്ല. ഡോക്ടർ പറഞ്ഞു, എൻ്റെ പപ്പയോടും അമ്മയോടും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് കൊടുത്തു. എന്ന് വെച്ചാൽ ഇനി ഇൻഫെക്ഷൻ അടിക്കാൻ പാടില്ല, പൊടി അടിക്കാൻ പാടില്ല, വെയിറ്റ് ഒന്നും എടുക്കാൻ പാടില്ല, അതുപോലെ ഇവൾക്ക് ജലദോഷമോ ചുമയോ ഒന്നും വരാൻ പാടില്ല, ഇവളെ വളരെ നന്നായി സൂക്ഷിക്കണം, മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ഒരു സ്ട്രെസ്സോ സ്ട്രെയിൻ ആയിട്ടുള്ള വർക്കൊന്നും ചെയ്യാൻ പാടില്ല, ഇന്നർ വിയേഴ്സ് ഇടാൻ പാടില്ല, മാസ്ക് കെട്ടി ക്യാപ്പ് ഇട്ട് ഒരു റൂമിൽ തന്നെ അവളെ ബെഡ് റെസ്റ്റ് രീതിയിൽ തന്നെ അവൾ നിങ്ങളെ നോക്കണം. വളരെ കൃത്യമായി നോക്കിയില്ലെങ്കിൽ എപ്പോൾ വേണോ ഈ വാൽവ് ഒന്നാമത് നന്നായിട്ട് ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. ഇതിൽ ഒരു ഇൻഫെക്ഷനും കൂടെ വന്നാൽ പെട്ടെന്ന് തന്നെ ഇവൾക്ക് ഒരു മരണം സംഭവിക്കാം
എന്നുള്ള രീതിയിൽ ഡോക്ടർ എൻ്റെ പപ്പയോടും അമ്മയോടും പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നും ഡോക്ടർ എൻ്റെ പപ്പയും അമ്മയും വിളിച്ചിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഈ കുഞ്ഞ് ബൈ ചാൻസിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ഒരു ഭാവി ജീവിതത്തിനെ കുറിച്ച് ഒരു പെൺകുട്ടിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ട. ഒരു കല്യാണം കഴിച്ചു കൊടുക്കുവാനോ, ഒരു കുഞ്ഞിനെ വഹിക്കുവാനോ, പ്രഗ്നന്റ് ആകുവാനോ, ഒരു ഉദരഫലം എടുക്കുവാനോ ഒന്നും ഈ കുഞ്ഞിനെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടൊന്നും അതിനൊന്നും നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള രീതിയിൽ എൻ്റെ പപ്പയോടും അമ്മയോടും ഡോക്ടർ പറയുവാനിടയായി. ഇത് ഈ ഒരു വിഷയം എന്നോട് പപ്പയും അമ്മയും പറഞ്ഞില്ല, പിന്നത്തേതിലാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ എന്നെ എൻ്റെ ഒരു പൂച്ചക്കുട്ടിയെ ഇങ്ങനെ തൂക്കിയെടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ട് ബെഡിൽ കിടത്തുന്നത് പോലെ എൻ്റെ പപ്പ എന്നെ ആ റൂമിൽ കൊണ്ടുവന്ന് കിടത്തി. എൻ്റെ രൂപം എന്ന് പറയുന്നത് ലൂസായിട്ടുള്ള ഒരു ലോഹ പോലത്തെ നൈറ്റി, മാസ്ക് ഇട്ടിട്ടുണ്ട്, ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. എൻ്റെ വീടെന്ന് പറയുന്നത് ഒരു കൊച്ചു വീടാണ്. അപ്പോൾ ഈ പണ്ടത്തെ കാലത്ത് ഡോർ എന്ന് പറയുന്നത് 2 പാളിയാണല്ലോ. അപ്പോൾ താഴത്തെ ഒരു പാളി, മുകളിലത്തെ ഒരു പാളി. അപ്പോൾ ഈ താഴത്തെ പാളി എപ്പോഴും അമ്മ ഇങ്ങനെ ലോക്കിട്ടിരിക്കും. എന്ന് വെച്ചാൽ ഒരു വിസിറ്റേഴ്സും എൻ്റെ അടുത്തോട്ട് വരാതിരിക്കുന്നതിന് വേണ്ടി അമ്മ എപ്പോഴും ഈ പാളി ലോക്കിട്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. അങ്ങനെ ഓരോ ദിവസവും ഞാനിങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് വിസിറ്റേഴ്സ് ഒത്തിരി പേര് ചർച്ചിൽ നിന്നും സ്കൂളിൽ നിന്നും ദേശത്തു നിന്നൊക്കെ എന്നെ കാണാൻ വരുമ്പോഴേ ചിലർ പറയും ധന്യ വിഷമിക്കേണ്ട, ദൈവം സൗഖ്യമാകും. ചിലർ പറയും എന്നാൽ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ. അങ്ങനെ ഓരോ സഹാനുഭൂതിയുടെ വാക്കുകൾ, ചിലവര് നല്ല ആശ്വാസം തരും, ചിലവര് ഹൃദയത്തിൽ നല്ല വേദന തരും. അപ്പോൾ ആ കുഞ്ഞു പ്രായത്തില് ഞാനിങ്ങനെ ഭാരപ്പെടാൻ തുടങ്ങി. ഇവരെല്ലാം എന്നെ കാണാൻ വരുന്നതും ഇങ്ങനെ ഓരോന്ന് എന്നോട് പറയുന്നതും അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഒരു ദിവസം രാവിലെ ആയപ്പോഴേ, അത്രയും ദിവസം സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തിയാണ്, ഇനി എനിക്ക് പഠിക്കാൻ കഴിയില്ല. എൻ്റെ അമ്മ തന്നെ പറഞ്ഞു, മക്കളെ ഇനി സ്കൂളിൽ പോകണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്, നമുക്കിതൊക്കെ സുഖമായിട്ട് പിന്നെ നമുക്ക് പഠിക്കാം എന്നൊക്കെ ഇങ്ങനെ എൻ്റെ അമ്മ പറയുകയാണ്. അങ്ങനെ ഞാൻ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. ഒരു ദിവസമായപ്പോൾ എൻ്റെ അനിയനും രാവിലെ ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ 7 മണിക്കാണ് ഞങ്ങൾക്ക് ട്യൂഷൻ. അത് കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ പോവേണ്ടത്. അപ്പോൾ ഈ 7 മണി സമയത്ത് എൻ്റെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ്, അവർക്കുള്ള ലഞ്ച് എല്ലാം റെഡിയാക്കി. എൻ്റെ അമ്മ 3 മക്കളെയും വിളിച്ച് ചേർത്ത് നിർത്തി പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ അമ്മ വിടുന്നത്. അപ്പോൾ നമ്മളായിരുന്ന വിശ്വാസത്തിൽ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 3 മക്കളെയും ചേർത്ത് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനില്ല, ആ 2 പേരെയും അമ്മ ഇങ്ങനെ ചേർത്ത് നിർത്തി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ വിട്ടു. അപ്പൊ ചേച്ചി എന്ന് പറഞ്ഞ് ആ അരപ്പാളി കൂട്ടിയിരിക്കുന്നതിൻ്റെ അവിടെ കൂടെ അവരെനിക്ക് ടാറ്റ തന്നു. ചേച്ചി ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞ് ടാറ്റ തന്നു. അത് എനിക്ക് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. എൻ്റെ അനിയത്തിയും പഠിക്കാൻ പോയതിലല്ല, അവരെനിക്ക് ടാറ്റ തന്നതിലല്ല. പക്ഷേ എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് അവരെ പോലെ സ്കൂളിൽ പോവാൻ കഴിയുന്നില്ലല്ലോ. എൻ്റെ ഒരു സാഹചര്യം ഇങ്ങനെ ആയല്ലോ ദൈവമേ, എനിക്കിനി പുറത്തോട്ടൊന്നും കൃത്യമായിട്ട് എല്ലാവരെ പോലും ചാടിത്തുള്ളി കളിക്കാനോ സ്കൂളിൽ പോകുവാനോ സഭയിൽ പോകുവാനോ ബാക്കി ഒരു കാര്യങ്ങൾക്ക് എനിക്ക് കഴിയില്ലല്ലോ എന്ന് വളരെയധികം ഭാരം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. വളരെയധികം ഭാരം എന്ന് പറയുന്നത് സഹിക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമായി ഞാൻ വേദനിച്ചു. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പഠിക്കണം, പഠിച്ചൊരു ജോലി വാങ്ങണം, ജോലി വാങ്ങി പപ്പയമ്മയെ സഹായിക്കണം, പാവങ്ങളെ സഹായിക്കണം, എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും എൻ്റെ കൈ കൊണ്ട് ചെയ്യണം. ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളായിരുന്നു, കുഞ്ഞുനാളിലെ എൻ്റെ ആഗ്രഹങ്ങളായിരുന്നു. പക്ഷെ അതോടൊപ്പം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ഒരു വീട് അങ്ങ് തകർന്ന് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടതുപോലെ എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ മുഴുവനായിട്ട് നഷ്ടപ്പെടുവാനിടയായി. പൗലോസ് പറയുന്നത് പോലെ വളരെ നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കണ്ടിട്ട് ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി. അതുപോലെ ഞാൻ രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെ എൻ്റെ ജീവിതത്തിൽ അറ്റുപോയി. പ്രിയ ദൈവജനമേ, ഓരോ ദിവസം കഴിഞ്ഞു അപ്പോൾ എൻ്റെ പഠനമുറിയിലെ ഞാൻ എപ്പോഴും എൻ്റെ ബുക്കുകളെല്ലാം അടുക്കി വെച്ചതിന് ശേഷം ഏറ്റവും ടോപ്പിൽ വയ്ക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്, ബൈബിളാണ്. എന്തോ ഞാൻ അതിനൊരു പ്രത്യേക ഒരു മാന്യത കുഞ്ഞുനാൾ മുതലേ ഞാൻ ആ വേദപുസ്തകത്തിന് കൊടുക്കുമായിരുന്നു. എൻ്റെ ശ്രദ്ധയിൽ ആ വേദപുസ്തകത്തിൻ്റെ പുറത്തൊരു ബോക്സ് ഇരുന്നാൽ പോലും അയ്യോ അതിൻ്റെ പുറത്ത് വയ്ക്കാൻ പാടില്ല. അതെന്നെ ആരും പഠിപ്പിച്ചതല്ല. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും പുറത്ത് ഏറ്റവും നല്ല സ്ഥാനത്ത് ഈ വേദപുസ്തകം ഇരിക്കണം എന്ന്
എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ റൂമിൽ നിന്ന് എൻ്റെ അപ്പോഴത്തെ വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ മാസ്ക് ഉണ്ട്, മൂക്കിലും വായിലും മാസ്ക് ഉണ്ട്, തലയിൽ ക്യാപ്പ് ഉണ്ട്, ലൂസായിട്ടുള്ള ഒരു നൈറ്റി ഇട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, കുഞ്ഞു 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ വേദപുസ്തകം ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ എനിക്കത് വായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം തോന്നി. അല്ലാതെ ഞാൻ അങ്ങനെ ഈ വേദപുസ്തകം ഞാൻ ഇങ്ങനെ ഈ വളരെയധികം ഭാരത്തോടെ വേദനയോടെ ആയിരുന്നു. ഇപ്പം എൻ്റെ റൂമിലെ ഡോറെല്ലാം ഞാൻ അന്ന് ലോക്ക് ചെയ്തിട്ടിട്ട് ലൈറ്റും ഫാനൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ശാന്തമായിരുന്നു ഈ വേദപുസ്തകം. അതുവരെ പള്ളിയിൽ പോവും, യേശു ദൈവമാണെന്നറിയാം, പക്ഷെ യേശുവിനെ രുചിച്ചറിയുകയോ യേശു നമ്മളെ രക്ഷിക്കുമെന്നോ യേശു നമ്മളെ സൗഖ്യമാക്കുമെന്നോ യേശുവുമായിട്ട് ഒരു ബന്ധവും എനിക്കില്ലായിരുന്നു. എല്ലാവരും പോകുന്നു പള്ളിയിൽ, ഞാനും പോകുന്നു. എല്ലാവരും ബൈബിൾ കൊണ്ടുപോകുന്നു, ഞാനും ബൈബിൾ കൊണ്ടുപോകുന്നു. അത്രയും മാത്രമേ ഉള്ളൂ, വേറെ ഒരു ബന്ധവും എനിക്ക് യേശുവുമായിട്ടില്ല. അങ്ങനെയായിരുന്നു. അപ്പൊ ഈ ബൈബിള് ഞാൻ ആദ്യം വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പുതിയ നിയമം മുതലാണ് വായിച്ചു തുടങ്ങിയത്. അങ്ങനെ പുതിയ നിയമം മുതൽ ഇങ്ങനെ കുറച്ച് അധ്യായങ്ങൾ ഇങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോൾ ഒരു വ്യക്തി എന്നോട് സംസാരിക്കുന്നത് പോലെ ശക്തമായി ഈ വചനത്തിലൂടെ ഒരു വ്യക്തി എന്നോട് സംസാരിക്കുന്നത് പോലെ, അപ്പോൾ ഹൃദയത്തിലെ ഭാരം, വേദന, ആ ഒരു കണ്ണുനീരിന്റെ അനുഭവം അതങ്ങ് മാറി ഒരു ഹൃദയത്തിലെ ഭാരം അങ്ങ് ഉരുണ്ടു പോകുന്ന ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഞാൻ അധികമായി വേദഭാഗങ്ങൾ, വചനങ്ങൾ ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും തുടങ്ങി. അത്രയും സമയം വരെ ആശയൊക്കെ അറ്റുപോയി, ഇനി എനിക്കൊരു രക്ഷയില്ല. ഡോക്ടേഴ്സ് എൻ്റെ ജീവിതത്തെ നോക്കി ഫുൾ സ്റ്റോപ്പ് ഇട്ടു, ലോകക്കാർ ഫുൾ സ്റ്റോപ്പ് ഇട്ടു, ബന്ധുക്കൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഞാൻ ഈ റൂമിൽ തന്നെയാണ് ഇനി എൻ്റെ ജീവിതം എന്നുള്ള രീതിയിൽ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം നിലച്ചു എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന സമയത്ത് ഈ വചനം ഇങ്ങനെ വായിക്കുവാൻ തുടങ്ങി. ഈ വചനത്തിന് ശക്തിയുണ്ട്, ഈ വചനം ശക്തിയുള്ളതാണ്. ഈ വചനത്തിന്റെ ശക്തി എൻ്റെ ശരീരത്തിന് മേൽ വ്യാപരിക്കുവാൻ തുടങ്ങി. അത് എൻ്റെ ഞരമ്പുകളുടെ മേൽ ഒരു ജീവൻ നൽകുവാൻ തുടങ്ങി. അതുവരെ ഞാനൊന്ന് എഴുന്നേൽക്കുമ്പോൾ തല ചുറ്റും, കണ്ണിന്റെ അകത്ത് ഇരുട്ട് കയറും, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ്. ഈ വചനം വായിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ്, അതുവരെ എനിക്കൊരു നെഗറ്റീവ് മൈൻഡാണ്. ഇതോടെ എല്ലാം തീർന്നു, ഇനി എനിക്ക് വിദ്യാഭ്യാസമില്ല, ജോലിയില്ല, ഭാവിയില്ല, ഇതോടെ എല്ലാം തീർന്നു എന്നുള്ളൊരു നെഗറ്റീവ് മൈൻഡായിരുന്നു എനിക്ക്. ഞാൻ ഈ വചനം വായിച്ച് ബലപ്പെട്ട് പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായി എന്നോട് ഇടപെടുവാൻ തുടങ്ങി. ഓരോ വചനങ്ങൾ ഞാൻ ആഴത്തിൽ എഴുതിയിട്ട് പഠിക്കുവാനും വായിക്കുവാനും തുടങ്ങി. ആ വചനങ്ങൾ എന്നെ ശുദ്ധീകരിച്ചു. ആ വചനത്തിലൂടെ എൻ്റെ ഞരമ്പുകളിലേക്ക് ഒരു ആരോഗ്യം വ്യാപരിച്ചു. അതുപോലെ ഞാൻ വചനം വായിക്കുകയും 10 മണിക്ക് ശേഷം, രാത്രി 10 മണിക്ക് ശേഷം എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അറിയാന്നുള്ളതുപോലെ, ദൈവമേ എന്നെ ഇതിൽ നിന്ന് വിടുവിക്കണമേ, യേശുപ്പ എനിക്ക് പഠിക്കാനുള്ള കൃപ തരണമേ, എന്നെ ദൈവമേ ഈ റൂമിൽ നിന്ന് അങ്ങ് പുറത്തു കൊണ്ടുവരണമേ, അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവം, അങ്ങ് എല്ലാം മടക്കി തരുന്ന ദൈവം, അങ്ങേ കൊണ്ട് കഴിയുമെന്നൊരു വിശ്വാസം ഈ വചനത്തിലൂടെ എൻ്റെ ഹൃദയത്തിൽ വന്നു. ഒരു ദിവസം അങ്ങനെ എൻ്റെ മൈൻഡ്, നെഗറ്റീവ് മൈൻഡ് അതൊരു പോസിറ്റീവ് മൈൻഡായി മാറി. എനിക്ക് കഴിയും, എൻ്റെ ദൈവത്തിന് എന്നെ വിടുവിക്കുവാൻ കഴിയും, എൻ്റെ ദൈവത്തിന് ഈ സാഹചര്യങ്ങളിൽ നിന്നൊരു നീക്കുപോക്ക് തരുവാൻ കഴിയുമെന്നൊരു പോസിറ്റീവ് മൈൻഡ് എന്നിൽ വരുവാൻ തുടങ്ങി. അപ്പൊ ഞാൻ പിന്നെ എൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളെയും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ കാണുവാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോയപ്പോഴേ ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ എനിക്ക് പഠിക്കണം, എനിക്ക് ലേബർ ഇന്ത്യ വാങ്ങിക്കൊണ്ടുവരാം. ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഗൈഡാണ്. അന്നത്തെ കാലത്ത് എല്ലാ കുട്ടികൾക്കും പഠനം ഈസി ആക്കുന്ന ഒരു ഗൈഡാണ് ലേബർ ഇന്ത്യ. ഈ ലേബർ ഇന്ത്യ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നെഗറ്റീവ് തോട്ട്സ്, എൻ്റെ നെഗറ്റീവ് മൈൻഡ് എല്ലാം മാറി പഠിക്കണം എന്നുള്ള പ്രതീക്ഷ. പക്ഷെ ഞാൻ എൻ്റെ അസുഖത്തിനെ കുറിച്ചോ എനിക്കിനി പറ്റില്ല എന്ന ഡോക്ടറിന്റെ കമന്റിനെ കുറിച്ചോ അവരുടെ ഡിസിഷനെ കുറിച്ചോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് ദൈവം തന്ന ആ ഒരു നിയോഗപ്രകാരം, ആ ഒരു ദൈവത്തിന്റെ ശക്തി പ്രകാരം ഞാൻ പപ്പയോട് പറഞ്ഞു, എനിക്ക് ലേബർ ഇന്ത്യ വാങ്ങിക്കൊണ്ടുവരണം, എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു. 9ാം ക്ലാസ് തുടങ്ങി ഏകദേശം കുറേ ആയി ദിവസങ്ങൾ. അപ്പോഴും ഞാൻ ബെഡ് റെസ്റ്റ് ആണ്, എൻ്റെ റൂമിനകത്ത് ഇരിക്കുകയാണ്.
അപ്പൊ പപ്പ എനിക്ക് ലേബർ ഇന്ത്യ വാങ്ങിക്കൊണ്ടുവന്നു. അമ്മ ഇത് അറിയുന്നില്ല, എൻ്റെ പപ്പ എനിക്ക് ഇങ്ങനെ ലേബർ ഇന്ത്യ വാങ്ങിക്കൊണ്ടുവന്നത്. ഞാൻ ഫസ്റ്റ് ഞാൻ ഈ മാത്സ്, ഈ ലേബറിന്റെയും എൻ്റെ പുസ്തകവും ബുക്കും ഒക്കെ വെച്ചിട്ട് ഈ മാത്സ് ഇങ്ങനെ എഴുതി പഠിക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ മാത്സ് എഴുതി പഠിക്കുന്നത്, എനിക്കൊരു സ്കൂളില്ല, ഒരു ട്യൂഷൻ ഇല്ല, ഒരു അധ്യാപകനില്ല, എന്നെ പഠിപ്പിക്കാൻ ആരുമില്ല. പക്ഷേ എങ്കിലും ആ റൂമിനകത്ത് കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. കർത്താവ് എന്നെ കൈവിടില്ല. ആ ദൈവം എന്നെ പഠിപ്പിക്കാൻ ഒരു പ്രേരണ എൻ്റെ കർത്താവ് തന്നു എങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാണും എന്നൊരു വിശ്വാസം ഈ വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഒരു പ്രവാചകനോ വേറൊരു ദൈവദാസനോ എൻ്റെ തലയിൽ കൈവച്ച് ദൂത് പറഞ്ഞില്ല, ആലോചന പറഞ്ഞില്ല. ഈ റൂമിനകത്ത് ഇറങ്ങി വന്ന ഒരു ദൈവ സാന്നിധ്യം, ആമേൻ, ആ സാന്നിധ്യം എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. എൻ്റെ ഹൃദയത്തിന് ആശ്വാസം നൽകി, പ്രതീക്ഷകൾ നൽകി. ആമേൻ, അങ്ങനെ ഞാൻ പഠിക്കുവാൻ തുടങ്ങി. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ യാദൃശികമായി കിച്ചണിൽ നിന്ന് എൻ്റെ റൂമിലോട്ട് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ബെഡിൽ എഴുന്നേറ്റിരുന്ന് മാസ്കും വെച്ച് ക്യാപ്പ് ഇട്ട് എൻ്റെ പില്ലോ മടിയിൽ വെച്ചിട്ട് ഈ കണക്കൊക്കെ തെറ്റാണ് ഞാനിങ്ങനെ എഴുതി പഠിക്കുവാണ്. എൻ്റെ അമ്മ ഇത് കണ്ടിട്ട്, അറിയാൻ ഒരു അമ്മയുടെ മനസ്സ് എന്ന് പറയുന്നത് അത്രയും ലളിതമാണ്. ഞാൻ ഒരു അമ്മയായതിനു ശേഷമാണ് ഒരു അമ്മയുടെ മനസ്സ് എന്താണെന്ന് എനിക്ക് യഥാർത്ഥമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ പഠിക്കുന്നത് കണ്ടിട്ട് എൻ്റെ അമ്മ കുറെ സമയം ഇങ്ങനെ എന്നെ നോക്കി നിന്നിട്ട് എൻ്റെ ബുക്കുകളെല്ലാം വാരി ഹാളിലോട്ട് ഇങ്ങനെ വിതറി. എന്നിട്ട് അതിൻ്റെ പുറത്ത് കിടന്ന് ഒരു ഭ്രാന്തി എങ്ങനെയാണോ അലറി കരയുന്നത് അതുപോലെ എൻ്റെ അമ്മ കരഞ്ഞു. കാരണം ഡോക്ടർ പറഞ്ഞിരിക്കുക സ്കൂളിൽ പോകാൻ കഴിയില്ല, അവർ കുറച്ച് ദിവസം കൂടെ കുഞ്ഞ് ജീവിച്ചിരിക്കും, അത്രയ്ക്ക് ക്രിട്ടിക്കൽ ആണ്, ഇനി അഥവാ ജീവിച്ചിരുന്നാൽ ഒരു പ്രതീക്ഷയും വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് ധന്യത എണീറ്റിരുന്ന് പഠിക്കുന്നു. ഒരു ലോകത്ത് ഒരമ്മയ്ക്കും താങ്ങാവുന്നതിനേക്കാൾ അപ്പുറമാണ് ഈ സാഹചര്യം. അമ്മ ഇങ്ങനെ അലറിക്കരയുന്ന ഒരു കാഴ്ച ഞാൻ ഇങ്ങനെ കണ്ടു. പക്ഷേ ഞാൻ അമ്മയെ ആശ്വസിപ്പിച്ചു, അമ്മയോട് സമാധാനമായി കുറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് അതങ്ങ് മാറി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ടാബ്ലറ്റ് ഞാൻ എടുക്കുമ്പോൾ ഞാൻ പിന്നും രോഗിയായിത്തീരുന്ന പെൻഡിറ്റ്സ്, കലാപ്റ്റിൻ, ലാസിക്സ്, അങ്ങനെ 4 ടാബ്ലറ്റ്സ്. ഡോക്ടർ പറഞ്ഞ ഈ 4 മെഡിസിൻ ഒരു നേരം പോലും മുടക്കാതെ മരണ അവസാനം വരെ, കുട്ടി എത്ര നാളാണോ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന അത്രയും ദിവസം ഈ കുട്ടി ഇത് കഴിക്കണം. പെൻഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ 400 mg ആണ്, ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണ്. അപ്പോൾ ഇത് ഇത്രയും ടാബ്ലറ്റ് ഈ കുട്ടി മരണം വരെ കഴിക്കണമെന്ന് പറഞ്ഞാണ് അന്ന് ഡോക്ടർ എനിക്ക് മെഡിസിൻ എഴുതിയത്. അപ്പോൾ ഈ മെഡിസിൻ എടുക്കുമ്പോൾ ഞാൻ കൂടുതൽ ക്ഷീണിച്ചു പോകുന്നത് പോലെ, കൂടുതൽ ഞാൻ ടയേർഡായി പോകുന്നത് പോലെ, ഈ മെഡിസിൻ എടുത്ത് കഴിയുമ്പോൾ എൻ്റെ ദിനകാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ബെഡിൽ കിടന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പോകണമെങ്കിൽ ഞാൻ തല ചുറ്റുന്ന ഒരവസ്ഥ, എനിക്ക് കണ്ണിന് കാഴ്ച കുറവെന്ന്, എനിക്ക് റീഡ് ചെയ്യാൻ കഴിയുന്നില്ല, ബ്ലേഡ് വിഷനാണ്, കണ്ണിൽ പല കളർ വന്ന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഈ ടാബ്ലറ്റ് എന്നെ വളരെ അസഹ്യപ്പെടുത്തിയത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും നിങ്ങൾ ആരും ടാബ്ലറ്റ് എടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, ഇത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ 4 ടാബ്ലറ്റ് വളരെയധികം എന്നെ ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാൻ ഒരു ദിവസം ഭയങ്കര അസഹ്യമായി എൻ്റെ ശരീരത്തിലെ 4 ടാബ്ലറ്റ് എടുക്കുമ്പോഴും എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്നങ്ങ് ഇതാവും, തല ചുറ്റുന്നത് പോലെ, പിന്നെ കുറേ നേരം കിടന്നിട്ട് അടുത്ത് ഉച്ചത്തെ ടാബ്ലറ്റ് എണീക്കുമ്പോഴും പിന്നെയും കിടക്കണമെന്ന് തോന്നും. അങ്ങനെ ഞാൻ പിന്നെയും സെഡേറ്റീവ് മോഡിൽ കിടക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എത്ര നാളാണോ ഈ ലോകത്ത് എന്നെ നീ അങ്ങ് നിർത്തിയിരിക്കുന്നത്, അത്രയും നാൾ എനിക്ക് ടാബ്ലറ്റ് വേണ്ടപ്പാ, അഹങ്കാരമൊന്നും കൊണ്ടല്ല, എനിക്കിത് വേണ്ട. നീ എത്ര നാളാണോ എന്നെ സൃഷ്ടിച്ചത് അങ്ങല്ലേ, എന്നെ സൃഷ്ടിച്ച് എന്നെ ഇതുവരെ നിർത്തിയത് അങ്ങല്ലേ, അങ്ങയ്ക്കറിയാമല്ലോ എൻ്റെ മരണ ദിവസം എന്നാണെന്ന്. അത് എന്നാണോ അതുവരെ, അത് കുറച്ച് നാളാണെങ്കിൽ അത്രയും, കുറച്ചുകൂടെ ആണെങ്കിൽ അത്രയും. അങ്ങനെ ഞാൻ ദൈവവുമായി സംസാരിച്ച് ഒരു തീരുമാനമെടുത്തു. കുറേ അടുക്കി കുറേ ടാബ്ലറ്റ് എൻ്റെ വീട്ടുകാരെ എനിക്ക് വേണ്ടി എല്ലാം എന്നെ വളരെ നന്നായി നോക്കും. എൻ്റെ പപ്പയും അമ്മയും സഹോദരങ്ങളും, ഒരു ചേച്ചിക്ക് കിട്ടുന്നതിനേക്കാൾ അപ്പുറം വാത്സല്യവും സ്നേഹവും എല്ലാം എൻ്റെ കുടുംബത്തിലുള്ളവർ എനിക്ക് തന്നു. അങ്ങനെ ഈ 4 ടാബ്ലറ്റും ഞാനാണെങ്കിൽ എൻ്റെ ബാക്ക് സൈഡിൽ ഒരു റബ്ബറുണ്ട്, അതൊരു പാഴ് റബ്ബറാണ്, വെട്ടാറൊന്നുമില്ല. ഈ റബ്ബറിൻ്റെ മൂട്ടിൽ ഇത്രയും ടാബ്ലറ്റ് ഫുള്ള് പൊട്ടിച്ചിട്ടപ്പോഴും ശരിക്കും ഉണ്ടായിരുന്നു. അതിന് ഇച്ചിരി മണ്ണെണ്ണ ഉണ്ടായിരുന്നു, ഒഴിച്ച് കത്തിച്ചിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ,
എത്ര നാളാണോ വിത്തൗട്ട് മെഡിസിനിൽ എന്നെ നീ ഈ ലോകത്ത് നിർത്തിയിരിക്കുന്നത്, അത് മതി എനിക്ക്, ആ ആയുസ് മതി. ഇപ്പോ 33 വയസ്സായി. കർത്താവ് ഇത്രയും വർഷം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഭാഗ്യം തന്നു. എത്ര നാളെന്ന് എനിക്കറിയില്ല. പക്ഷെ കർത്താവ് ഇത്രയും നാൾ ഈ ലോകത്തിൽ വിത്തൗട്ട് മെഡിസിനിൽ ജീവിക്കാനുള്ള കൃപ തന്നു. അന്ന് ഞാൻ ആ മെഡിസിൻ അങ്ങ് കത്തിച്ച് കളഞ്ഞു. അതിനുശേഷം എൻ്റെ വീട്ടിൽ നിന്ന് വളരെയധികം ഫോഴ്സ് ഉണ്ടായി. തന്നെ ഇല്ല, നീ മെഡിസിൻ കഴിക്കണം, നിന്നെ ഞങ്ങൾക്ക് നഷ്ടമാകും. അമ്മയൊക്കെ ഒത്തിരി കരഞ്ഞു നോക്കി. ഞാൻ പറഞ്ഞു, അമ്മ പറ്റത്തില്ല, എൻ്റെ മെഡിസിൻ വചനമാണ്. എനിക്കൊരു ക്ഷീണം വരുമ്പോൾ, എനിക്കൊരു ഭാരം വരുമ്പോൾ ഞാൻ ഈ വചനം മെഡിറ്റേറ്റ് ചെയ്യും. അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അതുപോലെ കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവം, വചനത്തിന് ശക്തിയുണ്ട്. അവനാൽ കഴിയാത്ത വല്ല കാര്യമുണ്ട്. അങ്ങനെ വചനം ഞാൻ വായിച്ചും പറഞ്ഞും ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത് എന്നെ ഈ അസുഖത്തെ ഞാൻ ഓവർകം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു പോയപ്പോഴത്തേന് എൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുവാൻ തുടങ്ങി. ഞാൻ അത്രയും നാൾ കിടക്കയിൽ കിടന്ന് ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലോ ബാക്കിയുള്ള എന്ത് കാര്യമാണെങ്കിലും എൻ്റെ അമ്മ എനിക്ക് കൊണ്ടുവരണം. എൻ്റെ സ്ഥിതികൾക്ക് കർത്താവ് നീക്കുപോക്ക് നൽകി തുടങ്ങി. ഞാൻ എൻ്റെ കണ്ടീഷൻ മാറുവാൻ തുടങ്ങി. ഞാൻ നന്നായി സംസാരിക്കുവാനും വീട്ടിലെ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുവാൻ തുടങ്ങി. അപ്പോഴെൻ്റെ ടീച്ചറും പ്രിൻസിപ്പളും സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളും എന്നെ കാണുവാനായിട്ട് വീട്ടിൽ വന്നപ്പോൾ പ്രിൻസിപ്പൾ അറിഞ്ഞു ഞാനിങ്ങനെ വെറുതെയാണ് ഞാനിങ്ങനെ ലേബർ ഇന്ത്യ വെച്ച് പഠിക്കുന്നത്, പഠിക്കാനൊരിഷ്ടം അങ്ങനെ പഠിക്കുന്നതെന്ന് പ്രിൻസിപ്പളിനോട് അമ്മ പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, ധന്യ, ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞു, ധന്യ, ഒരു ഹയർ ഓപ്ഷൻ കൊടുക്കാം, നിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാം അയച്ച് 9th ലാസ്റ്റ്. ഞാൻ അങ്ങോട്ട് ആരോടും ഒന്നും ചോദിച്ചില്ല. ഒരിക്കലും ഞങ്ങളുടെ ആ സ്കൂളിലായിരുന്ന പ്രിൻസിപ്പള്, എനിക്ക് തോന്നുന്നു എല്ലാ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ കാണാൻ പോയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ വീട്ടിൽ ആ പ്രിൻസിപ്പൽ മാഡം വന്നു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വന്നിട്ട് എന്നോട് പറഞ്ഞു, തന്നെ ഹയർ ഓപ്ഷൻ കൊടുക്കാം, നിന്റെ 9th മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാം അയച്ചു കൊടുക്കാം, 9th ലാസ്റ്റ് എക്സാം വന്ന് തന്നെ എഴുതിക്കോ എന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ പഠിച്ചതിനൊരു ഫലം കിട്ടിയല്ലോ. അത് എൻ്റെ റൂമിൽ വന്ന് തന്നെ പ്രിൻസിപ്പൽ മാം എന്നോട് പറഞ്ഞല്ലോ. ഞാൻ വളരെ ശ്രദ്ധയോടെ പിന്നെയും പഠിക്കുവാൻ തുടങ്ങി. എൻ്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, എൻ്റെ പോസിറ്റീവ് മൈൻഡ്, എൻ്റെ രോഗത്തെ ചവിട്ടിക്കൊണ്ട് ഈ വചനത്തെ പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ യാത്ര തുടങ്ങി. അങ്ങനെ 9th ഒരു വിത്തൗട്ട് സ്കൂൾ, വിത്തൗട്ട് ടീച്ചർ, വിത്തൗട്ട് ട്യൂഷൻ ഞാൻ വീട്ടിൽ എൻ്റെ റൂമിലിരുന്ന് പഠിച്ച് എൻ്റെ പപ്പ എന്നെ ഇങ്ങനെ ഒരു ഓട്ടോയിൽ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പൂച്ചക്കുട്ടിയെ ഇങ്ങനെ എടുത്തു കൊണ്ടുപോകുന്നത് പോലെ എൻ്റെ ഓട്ടോയിൽ എന്നെ ഇങ്ങനെ കൊണ്ടുപോയി എക്സാം ഹാളിൽ കൊണ്ടിരുത്തി. തലയിൽ ക്യാപ്പുണ്ട്, ലൂസായിട്ടുള്ള വസ്ത്രമാണ്, മാസ്ക് ഇട്ടിട്ടുണ്ട്, ഒരു വിചിത്ര ജീവി ഇരിക്കും എന്ന് വേണം എക്സാം ഹാളിലുള്ള കുട്ടികളെല്ലാം ഇങ്ങനെ നോക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഇല്ല കർത്താവേ, അങ്ങ് ലജ്ജിപ്പിക്കുവാനല്ല എന്നെ വിളിച്ചത്, അങ്ങ് മാനിക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ അങ്ങനെ എക്സാം എഴുതി. ശ്രീചിത്രയിലെ ഡോക്ടർ പറഞ്ഞു, തന്നെ ഒരിക്കലും സ്കൂളിൽ പോകാൻ പാടില്ല, അത്രയ്ക്ക് ധന്യയുടെ കണ്ടീഷൻ ക്രിട്ടിക്കലാണ്. പക്ഷെ ശ്രീചിത്രയിലെ കാർഡിയോളജിസ്റ്റിന്റെ ആ ഒരു അഡ്വൈസ് ഞാൻ കൈക്കൊണ്ടില്ല. 10ാം ക്ലാസ് ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ, എനിക്ക് പഠിക്കണം, എനിക്ക് സ്കൂളിൽ പോകണം, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, എൻ്റെ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഞാൻ തന്നെ എൻ്റെ കുടുംബത്തിനകത്ത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എല്ലാവരുടെ ഹൃദയത്തിനകത്ത് ഞാൻ കൊടുത്തു. എങ്ങനെയാ എനിക്കിത് കിട്ടിയത്? ത്രൂ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൽ മാത്രമാണ് ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഈ ഒരു രക്ഷ, അല്ലെങ്കിൽ ഈ ഒരു സൗഖ്യം, ആമേൻ, നമ്മുടെ ഞരമ്പുകൾക്ക് ഊർജം നൽകുന്ന ആ ദൈവത്തിന്റെ ശക്തി എനിക്ക് ലഭിച്ചത് യേശുവിലൂടെയാണ്. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് ഡോക്ടറിന്റെ അനുവാദം കൂടെ കടന്നുപോയി. SLC പാസ്സായി, നല്ല മാർക്കോടെ വിജയിച്ചു. ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ, എനിക്ക് +1 +2 പഠിക്കണം, സയൻസ് ആണ് എനിക്ക് എടുക്കാൻ താല്പര്യം, പപ്പ എന്നെ സഹായിക്കണം. പപ്പ എൻ്റെ കൂടെ നിന്ന് എല്ലാം ചെയ്തു തന്നു. +1 എനിക്ക് സയൻസ് ഗ്രൂപ്പ് എടുത്തു. ഞാൻ +1 +2 സ്കൂളിൽ തന്നെ, ഇതൊന്നും ഡോക്ടർ അറിയുന്നില്ല, സ്കൂളിൽ തന്നെ ഞാൻ പോയി എല്ലാം പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ +2 നല്ല മാർക്കോടെ പാസ്സായി. അത് കഴിഞ്ഞ് പപ്പ പറഞ്ഞു, നിനക്ക് നീ എന്താ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? പപ്പ എൻ്റെ അസുഖം പോലും ആ സമയത്ത് അവരെല്ലാം അതൊക്കെ മറന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു BSc നേഴ്സ് ആവണമെന്നാണ് ആഗ്രഹം, അതൊരു സേവന രംഗത്ത് എനിക്ക് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ പപ്പ എന്നെ ഒരു നല്ലൊരു ക്രിസ്ത്യൻ കോളേജിലെ അഡ്മിഷൻ എടുത്ത് തന്നെ അവിടെ കൊണ്ടാക്കി. പ്രിയ ദൈവജനമേ, ഒന്നുകൂടെ പരിശുദ്ധാത്മാവുമായിട്ട് ഒരു എൻകൗണ്ടർ നടക്കുന്നത് അപ്പോഴാണ്. ആ BSc നഴ്സിംഗിന് ഞാൻ ചേരുന്ന സമയത്ത്
ഈ ഗവൺമെന്റ് സ്കൂൾ മലയാളം മീഡിയമാണ്. BSc നഴ്സിംഗ് +1 +2 മാത്രമാണ് നമ്മൾ ഇംഗ്ലീഷിൽ കുറച്ച് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ വളരെ ടഫായിരുന്നു. മിക്ക കുട്ടികളും എൻ്റെ കോളേജിൽ എല്ലാം CBSE കഴിഞ്ഞത്, സ്റ്റേറ്റ് ഇംഗ്ലീഷ് മീഡിയം കഴിഞ്ഞതൊക്കെയാണ് എല്ലാ കുട്ടികളും വരുന്നത്. അപ്പൊ എനിക്ക് ഈ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ തന്നെ വളരെ ടഫായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്കിത് പഠിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ ആഗ്രഹത്തോടെ എടുത്തു. പക്ഷെ ആദ്യത്തെ വർഷം തന്നെ 48 കുട്ടികൾ ലാസ്റ്റ് ഫൈനൽ എക്സാം എഴുതി ഫസ്റ്റ് ഇയറിന്റെ. അതിൽ 9 കുട്ടികൾക്കാണ് എല്ലാ സബ്ജക്റ്റും കിട്ടിയത്. അതിൽ ഒരു കുട്ടിയാണ് ഞാൻ. അപ്പൊ ദൈവം എന്റെ ബുദ്ധിയെ തുറന്നു, എനിക്ക് പഠിക്കുവാനുള്ള കൃപ തന്നു, ജ്ഞാനം തന്നു. അതെല്ലാം എന്റെ കർത്താവ് ചെയ്തു തന്നു. അങ്ങനെ എന്റെ കോളേജില് ഞാൻ പറഞ്ഞല്ലോ ഒരു ക്രിസ്ത്യൻ കോളേജ് ആയിരുന്നു എന്നുള്ളത്. ആ ക്രിസ്ത്യൻ കോളേജിൽ ഒരു പ്രെയർ ഉണ്ട്. എല്ലാ സൺഡേയും പള്ളിയിൽ പുറത്ത് പോണവർക്ക് പോകാം, ഈ പ്രയറിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഈ പ്രയറിൽ കുറച്ച് നല്ല വ്യക്തികളാണ് ഈ പ്രയർ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് യേശുവിനെ കുറിച്ച് അങ്ങനെ കൂടുതലായിട്ട് ഒരു പെന്തക്കോസ്ത് അനുഭവമോ ഒരു അഭിഷേകമോ അങ്ങനെ ഒന്നും എനിക്കില്ല. അപ്പൊ ഞാൻ ഈ BSc നഴ്സിംഗ് പോകുന്ന സമയത്ത് ഈ കോളേജിൽ ഈ പ്രേയറിന് അറ്റൻഡ് ചെയ്യാൻ പോകും. പ്രേയറിന് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഇവിടുത്തെ വർഷിപ്പ് ഉണ്ട്. ഈ വർഷിപ്പ് സമയത്ത് ഇവരങ്ങ് പാട്ട് പാടും. പാട്ട് പാടി റിപ്പീറ്റ് ചെയ്ത് പാട്ട് പാടി 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 ഒരു മണിക്കൂറെങ്കിലും, കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇവർ ആരാധിക്കുക. എനിക്കിത് ഭയങ്കര ആഗ്രഹമാണ്, ദാഹമാണ്. അതുകൊണ്ട് അന്ന് എന്ത് പഠിക്കാനുണ്ടെങ്കിൽ, എന്ത് അസൈൻമെന്റ് ഉണ്ടെങ്കിൽ, എന്ത് പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ കൃത്യമായി ഞാൻ കുളിച്ച് ഫ്രഷായി ഞാൻ ആ പ്രയർ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകും. അപ്പൊ അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവുമായിട്ട് ഇങ്ങനെ ചേരാൻ തുടങ്ങി. ഈ അഭിഷേകം പ്രാപിക്കുവാൻ തുടങ്ങി. രക്ഷയുടെ അനുഭവത്തിൽ വന്ന് അഭിഷേകം പ്രാപിക്കുവാനായി തുടങ്ങി. അങ്ങനെ ഞാൻ ഇങ്ങനെ അഭിഷേകം പ്രാപിച്ച് ഇങ്ങനെ കോളേജിൽ നിന്ന് ആ പ്രെയർ ഹാളിൽ നിന്ന് എൻ്റെ റൂമിലേക്ക് വരും. റൂമിൽ വന്ന സമയം മുതൽ ഞാൻ പഠിക്കാനായിട്ട് ബുക്ക് എടുക്കുമ്പോൾ എനിക്ക് വരുന്നത് വചനമാണ്. ഒരു വചനം തന്നിട്ട് അതിൻ്റെ റെഫറൻസ് വചനം, ഇതൊന്നും ഞാൻ പഠിച്ചതല്ല. പക്ഷെ നീ നീ മെസ്സേജിന് വേണ്ടി തയ്യാറ് ചെയ്യും എന്നൊക്കെ ഒരാൾ എന്നോട് സംസാരിക്കുന്നത് പോലെ ഞാൻ ഈ തുണ്ട് പേപ്പറെല്ലാം ലെക്ചർ നോട്ട് എഴുതാൻ വേണ്ടി ഈ ഫയലിൽ ഇങ്ങനെ വച്ചിരിക്കുന്നതെല്ലാം ഞാൻ ഈ വചനം എഴുതി ഇങ്ങനെ ഒരു മെസ്സേജിന് എങ്ങനെയാണോ ഒരു വചനം പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. രാത്രി സമയത്ത് എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല. കർത്താവ് ഇങ്ങനെ ഓരോ വചനങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ഓരോ അനുഭവങ്ങൾ ഇതെല്ലാം നീ എഴുതി വയ്ക്കെന്ന് ഞാൻ ഇങ്ങനെ പഠിക്കാൻ ബുക്ക് എടുക്കുന്ന സമയത്ത് മുഴുവനും ഞാൻ ചെയ്യുന്നത് ഈ ഓരോ വചനങ്ങളായിട്ട് ഇങ്ങനെ എഴുതി വയ്ക്കുന്ന ഒരു അനുഭവം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഞാൻ പോകുന്ന പ്രെയർ ഹാളിൽ തന്നെ അതിൻ്റെ കോർഡിനേറ്റർ എന്നോട് പറഞ്ഞു, ധന്യ ഈ വരുന്ന ആഴ്ച നീ ഒരു 10 മിനിറ്റ് മെസ്സേജ് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ വല്ലപ്പോഴും ബൈബിൾ വായിക്കുന്നതെന്നല്ലാതെ എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നങ്ങ് തീർത്ത് പറഞ്ഞു. പക്ഷെ ഇല്ല, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ധന്യ തന്നെ ഈ വരുന്ന ആഴ്ച മെസ്സേജ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-15 മിനിറ്റ് നിനക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 10-15 മിനിറ്റ് മെസ്സേജിന് വേണ്ടി മുട്ടിന്മേൽ നിന്ന് എനിക്ക് ഈ വചനം, ഞാൻ പറഞ്ഞല്ലോ ഒരു ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചിട്ടില്ല, ഒരാൾ എന്നെ പഠിപ്പിക്കാനില്ല. ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവാ എനിക്ക് ഇതെല്ലാം ടീച്ച് ചെയ്ത് തരുന്നത്. ഞാൻ മുട്ടിന്മേൽ നിന്ന് കരയാൻ തുടങ്ങി. കർത്താവേ, ഒത്തിരി എൻ്റെ ജൂനിയേഴ്സ്, ചിലപ്പോൾ മാഡംസ് കാണും, ചിലപ്പോൾ സീനിയേഴ്സ് കാണും, ഇവരുടെ എല്ലാവരുടെ മുമ്പിൽ 1-2 വാക്ക് പറഞ്ഞാൽ അത് വളരെ അവർക്കത് വർത്തായിരിക്കണം. കർത്താവേ, അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം, അവരുടെ ജീവിതത്തിനകത്തൊരു വ്യത്യാസം ഉണ്ടാകണം എന്നോട് ഞാൻ പറഞ്ഞു. കർത്താവ്, എന്താണ് ഞാൻ പറയേണ്ടത്? ഞാൻ മുട്ടിന്മേൽ ഇങ്ങനെ കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ കർത്താവാണെങ്കിൽ എന്നോട് ഇടപെട്ടു, ഞാൻ നിന്നെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്ത് പറയേണ്ടു, എങ്ങനെ പറയേണ്ടു നീ വിചാരപ്പെടേണ്ട, പറയുന്നത് നീയല്ല, പരിശുദ്ധാത്മാവത്രേ. അങ്ങനെ കർത്താവ് എനിക്ക് ഓരോ വചനങ്ങൾ തന്ന് എന്നെ ബലപ്പെടുത്തി. ശരിക്കും എനിക്ക് ഒരു യോഗ്യതയില്ല, ഒരു അറിവുമില്ല, എനിക്കിത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ വിറച്ച് എൻ്റെ കോളേജിൻ്റെ പ്രയറിൽ ഞാനിങ്ങനെ മെസ്സേജ് കൊടുക്കാൻ തുടങ്ങി. ആ മെസ്സേജ് കേട്ടിട്ട് പിന്നെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, ധന്യ, അത് എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുവാൻ സഹായിച്ചു എന്ന് അവരെന്നോട് പറയുവാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ എൻ്റെ പല സ്ഥലങ്ങളിൽ കർത്താവ് എന്നെ അയക്കുവാൻ തുടങ്ങി. ഞാനിങ്ങനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓരോ വചനങ്ങൾ, ദൈവം എനിക്ക് എഴുതി വെച്ച വചനങ്ങളുമായിട്ട് കർത്താവിൻ്റെ ഓരോ ശുശ്രൂഷ സ്ഥലത്ത് അയക്കുവാനിടയായി.
ഓരോ ശുശ്രൂഷ സ്ഥലത്ത് കർത്താവ് അയക്കുമ്പോൾ കർത്താവ് ഓരോ കാര്യം ആ സഭയിൽ പോകുന്നതിന് മുമ്പ് എന്നോട് പറയുവാൻ തുടങ്ങി. ഒരിക്കൽ എൻ്റെ പ്രെയർ ഹാളിൽ തന്നെ ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്നത്, എങ്ങനെ ഇത് സംസാരിക്കുന്നത്? കർത്താവ് എന്നോട് വചനങ്ങളാൽ എന്നെ ബലപ്പെടുത്തി. ഒരിക്കൽ എൻ്റെ പ്രെയർ കോളേജിൽ വെച്ച് എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് ഒരു വയറ്റിലൊരു മുഴ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ആ ഫ്രണ്ട് വന്ന് എന്നോട് പറഞ്ഞു, ധന്യ, എൻ്റെ അമ്മയുടെ വയറ്റിൽ ഒരു മുഴയുണ്ട്, ഇതുപോലെ നാളെ സർജറിക്ക് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്, നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ പ്രെയർ ഹാളിൽ ഇരുന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിൽ വന്ന് വൈകിട്ടായപ്പോഴേ ഞാൻ ഒന്നുകൂടെ, അയ്യോ പാവം അവളുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സർജറി, കർത്താവെ അതങ്ങ് മാറ്റണമേന്ന് പറഞ്ഞ് ഞാൻ മുട്ടിന്മേൽ നിന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ദർശനം കാണുന്നത്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അവളുടെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മുഴ കുറെ ലൈറ്റ് ബീംസ് വന്ന് ഇതിങ്ങനെ അപ്രത്യക്ഷമായി ഇത് ഇങ്ങനെ പൊടിഞ്ഞ് ലൈസായി പോകുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പൊ ഞാൻ ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഞാനിത് പറഞ്ഞു, ഞാനിത് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല, എനിക്ക് പേടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ദൈവം ഇങ്ങനെ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ കണ്ടു. അപ്പൊ എൻ്റെ ഫ്രണ്ട് പിറ്റേ ദിവസം അവളെ അമ്മയെ കൊണ്ട് ആശുപത്രി കാണിച്ചിട്ട് ഓടി വന്ന് ഞങ്ങൾ എല്ലാവരുടെ പറഞ്ഞു. എല്ലാവരും അറിഞ്ഞു. പിന്നെ റിപ്പീറ്റ് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ അമ്മയുടെ മുഴ ലൈസായി, അതങ്ങൊരു വെള്ളം പൊട്ടി പോകുന്നത് പോലെ പോയി, സർജറി വേണ്ടാന്ന് പറഞ്ഞു എന്ന്. എനിക്കിത് കണ്ടിട്ട് ഇത് കേട്ടപ്പം മുതൽ പിന്നും ദൈവവും ഞാൻ ഒന്നുകൂടെ അടുത്തു. കർത്താവെ, അത് കാണിച്ചു തന്നത് കൃത്യമായി സത്യമായിരുന്നല്ലോ എന്ന് ഞാൻ പിന്നും ഒന്നുകൂടെ ദൈവത്തോട് അടുക്കുവാനിടയായി. അത് കഴിഞ്ഞ് കർത്താവ് എന്നെ ഒരു സഭയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചു. അതൊരു സഭ എന്ന് പറഞ്ഞ കേസിൽ വിധി കിടക്കുന്ന, എൻ്റെ സാക്ഷ്യവും വചനവും കൂടെ പറയാൻ അവരെന്നെ ക്ഷണിച്ചതാണ്. ഞാൻ BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഞാൻ പറയുന്നത്. അപ്പോൾ എന്നെ അവരിങ്ങനെ വിളിച്ചതാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അത്രയും എനിക്ക് പ്രസംഗിക്കാനോ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഇല്ല, സാക്ഷിയോ വചനവും കൂടെ കുറച്ച് സമയം പറഞ്ഞാൽ മതി. അതൊരു കേസിൽ കിടക്കുന്ന സഭയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് എങ്ങനെ ഇത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇല്ല മോള് പ്രസംഗിക്ക്, സാക്ഷിയോ വചനം കൂടെ പറയും. അവിടെ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി പറഞ്ഞു, ആ സഭ ഒരു വ്യക്തിയുമായിട്ട് കേസിൽ കിടക്കുകയാണ്, ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ഇരുന്ന് ആരാധിക്കുകയാണ്. ഞാൻ അവിടെ നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇത് നിർജീവമായിരിക്കുന്ന ഈ സഭയെ ജീവൻ വെച്ച് ഇവരുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കുമെന്ന് എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നില്ല, പേടിച്ചിട്ട്, കർത്താവെ ഇത് ഞാൻ എങ്ങനെ പറയും? പക്ഷേ പിന്നും കർത്താവ് എന്നോട് ശക്തമായിട്ട് പറയണം, ധന്യ നീ അത് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് പറഞ്ഞു. വർഷങ്ങൾക്കിപ്പുറം ഞാൻ കേൾക്കുവാനിടയായി ആ സഭ കർത്താവ് അവരുടെ കയ്യിൽ തിരിച്ചു കൊടുത്തു. അനുകൂല വിധി വന്ന് തിരിച്ചു കൊടുത്തു. അങ്ങനെ ദർശനങ്ങളിലൂടെ, വാക്കുകളിലൂടെ, സ്വപ്നത്തിലൂടെ കർത്താവിനോട് സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ശുശ്രൂഷകൾ, ഓരോരോ ശുശ്രൂഷകൾക്ക് കർത്താവ് എന്നെ അയക്കുവാൻ, എൻ്റെ അനിയനും പപ്പയും അമ്മയാണ് എൻ്റെ കൂടെ വരുന്നത്. എൻ്റെ കൂട്ടിനെ അങ്ങനെ അയക്കുവാൻ തുടങ്ങി. എൻ്റെ ദൈവം അയക്കുന്നിടത്തൊക്കെയും പോയി എൻ്റെ യേശുവിനെ ഉയർത്തുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ BSc നഴ്സിംഗ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. 4th ഇയർ ആയി. ലാസ്റ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു. വളരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ കംപ്ലീറ്റ് ചെയ്തു. ക്യാമ്പസ് സെലക്ഷൻ വന്നു. ഫസ്റ്റ് എനിക്ക് ജോലി കിട്ടുന്നത് നമ്മുടെ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിന്റെ ബ്രാഞ്ചായ മധുര അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് എന്നെ സെലക്ട് ചെയ്തു. ലാസ്റ്റ് ഇയർ ഫൈനൽ ഇയറിന്റെ റിസൾട്ട് പോലും വന്നിട്ടില്ല. അതിനു മുമ്പേ ഞാൻ ജോലിക്ക് കയറി. ഇപ്പോൾ ജോലിക്ക് കയറി കുറച്ച് നാൾ അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ കേരള രജിസ്ട്രേഷൻ ആയപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ജോലിയായി. എൻ്റെ അനിയനും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് അപ്പോഴാണ് പപ്പ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പപ്പ ഒരു തടി ബിസിനസ് ഒക്കെ ചെറുതായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പപ്പ മദ്യപിക്കുന്ന ഒരു സ്വഭാവം, സിഗരറ്റ് വലിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ പപ്പയ്ക്ക് ഉണ്ടായിരുന്നു. പലപ്പോഴും പപ്പയ്ക്ക് ഇത് മാറ്റണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ പപ്പ ഞങ്ങൾക്ക് കയ്യിൽ വാക്ക് തരും, മോളെ ഇന്ന് എന്തായാലും ഞാനിത് ചെയ്യില്ല. പക്ഷെ അത് പപ്പയെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും അമ്മയും ചേർന്ന് വർഷത്തോടുള്ള പ്രാർത്ഥനയാണ്, കർത്താവ് ഇത് മാറ്റണമെന്ന് എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ BSc നഴ്സിംഗ് കഴിഞ്ഞു, ഞാൻ ട്രിവാൻഡ്രത്ത് ജോലിയായി. എൻ്റെ അനിയനും അനിയത്തിയും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കടം വന്നു.
പപ്പയുടെ തടി ബിസിനസ് പപ്പ കുറച്ചുകൂടെ നല്ല ലെവലിൽ ചെയ്തു തുടങ്ങി, നല്ല ലാഭമൊക്കെ കിട്ടി തുടങ്ങിയതാണ്. പെട്ടെന്നൊരു നഷ്ടം വന്നു, തടി ബിസിനസ് മുഴുവൻ പൊളിഞ്ഞു. അതില് കടക്കാര് പെട്ടെന്ന് കടക്കാര് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുവാൻ തുടങ്ങി. ഇത്ര രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്, ഇത്ര രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്, ഇത്ര രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്. ഞങ്ങളെ ചെറിയ കുടുംബത്തിന് ഇത് സഹിക്കുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു. അമ്മ കരയുവാൻ തുടങ്ങി. പപ്പ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന സമയം. അന്ന് ദാരിദ്ര്യം, നിന്ന, പരിഹാസം, എല്ലാവരും ഞങ്ങളെ പരിഹസിക്കാൻ, നിന്ദിക്കാൻ തുടങ്ങി. ഞാൻ ജനിച്ചു വളർന്ന് ഏകദേശം ഒരു 26 വർഷക്കാലം ജീവിച്ചു വളർന്ന വീടും വസ്തുവും ഈ കടത്തിന്റെ പേരിൽ ഞങ്ങൾ വിറ്റു. അങ്ങനെ ഞങ്ങൾ ഒരു പുറമ്പോക്കിലെ ഒരു മണ്ണിട്ട വീട്ടിലേക്ക് താമസം മാറി. അവിടെയും ബന്ധുക്കളും കൂട്ടുകാരും ദേശക്കാരും എല്ലാവരും കളിയാക്കാനും നിന്ദിക്കാനും പരിഹസിക്കാനും തുടങ്ങി. 2 വിവാഹപ്രായമായ കുട്ടികളെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ. അപ്പോൾ ഞാൻ കർത്താവിനോട് മുട്ടിന്മേൽ നിന്ന് കരയും, കർത്താവേ ഇതിനൊരു നീക്കുപോക്ക് തരണമേ, ഇതിൽ നിന്നൊരു വിടുതൽ തരണമേ. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയി. ഓരോ ദിവസം കഴിഞ്ഞു പോയപ്പോഴത്തേന് ദൈവം കടം തീർക്കുവാനുള്ള വഴിവാതിലുകൾ തുറന്നു. ആ വസ്തു വിറ്റ് കുറെ കടം തീർത്തു, അല്ലാതെയും കടം തീർക്കുവാനുള്ള വഴിവാതിലുകൾ കർത്താവ് തുറന്നു വന്നു. അപ്പോഴാണ് അടുത്ത ചോദ്യം, 2 പെൺമക്കൾ വിവാഹപ്രായമായത്, എല്ലാം ഇനി എന്ത് ചെയ്യും, ഇവർ ഇനി എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ കർത്താവ് ഞങ്ങൾക്കൊരു നല്ല ഭവനം, എവിടെയാണോ നിന്റെ തല കുനിഞ്ഞത് അവിടെ തന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. എവിടെയാണോ നിന്നെ നിന്ദിച്ചത്, എവിടെയാണോ നിന്നെ പരിഹസിച്ചത്, എവിടെയാണോ നീ തല കുനിച്ച് മിണ്ടാതെ നിന്നത്, മറ്റൊരിടത്ത് കൊണ്ടുപോയല്ല കർത്താവ് നിന്നെ മാനിക്കുന്നത്. ആ ദേശത്തിൽ തന്നെ കർത്താവ് മാനിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം നൽകി. ഞങ്ങളുടെ പപ്പയുടെ മദ്യപാന സിഗരറ്റ് വലി കർത്താവ് പൂർണ്ണമായി മാറ്റി. ഞങ്ങളുടെ 2 പേരുടെ വിവാഹം, ആദ്യത് എൻ്റെ വിവാഹമാണ്. ഞാൻ പറയട്ടെ, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരു പ്രഗ്നന്റ് ആവാൻ പാടില്ല, ഒരു ഭാവിയെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അപ്പൊ എൻ്റെ വിവാഹം ഇങ്ങനെ വന്നു. കടവക്കൽ എല്ലാം ദൈവം ഏകദേശം തീർക്കുവാനുള്ള വഴിപാടുകൾ തന്നു. ഒരു നല്ല ഭവനം, നഷ്ടപ്പെട്ടുന്നതിനേക്കാൾ ആ ദേശത്തിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു ഭവനം ദൈവം ഞങ്ങൾക്ക് നൽകി. ഞങ്ങളെ മാനിച്ചു. എന്നിട്ട് ആ ദേശക്കാര് ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്, ഇവർ യഥാർത്ഥത്തിൽ കർത്താവിനെ ആരാധിക്കുന്ന കുടുംബം. 6 കഷ്ടത്തിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും, 7ാമത്തതിൽ തിന്മ നിന്നെ തൊടുകയില്ല. അതുപോലെ ആ കഷ്ടത്തിലും കർത്താവ് ഞങ്ങളെ കൂടെ ഇരുന്നു. അപ്പോഴൊക്കെ ദാരിദ്ര്യമാണ്, ആഹാരത്തിന് ദാരിദ്ര്യമാണ്, ബുദ്ധിമുട്ടാണ്. ഒരിക്കൽ ഞാൻ നോക്കിയപ്പോൾ ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വിശ്രമിക്കുന്ന സമയമാണ്. വിശ്രമിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മക്കളെ, മണ്ണിട്ട വീട്ടിലാണ് ഞങ്ങളപ്പോൾ കടം വന്നപ്പോൾ കിടക്കുന്നത്. എൻ്റെ അമ്മ പറഞ്ഞു, മക്കളെ, ഇന്ന് ആഹാരത്തിനൊന്നുമില്ല, എന്ത് ചെയ്യുമെന്നൊന്നും അറിയില്ല, പപ്പ ഈ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ പെട്രോൾ അടിച്ച് അങ്ങോട്ട് പോകുവാനുള്ള പൈസ മാത്രം എൻ്റെ കയ്യിലുണ്ട്, തിരിച്ചു വരാനുള്ളതില്ല. ഞാൻ ഉച്ച വരെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കിടന്നുറങ്ങിയിട്ട് ഉച്ച മുതൽ മുട്ടിൻ മേലെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ അങ്ങൊരു വഴി തുറക്കാണ്. അവൻ പ്രിയ ദൈവജനമേ, ഞാൻ ഡ്യൂട്ടിയിൽ എത്തി. ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരു ഡോക്ടറും ഫാമിലിയും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പൊ ഞാൻ കണ്ട്, എന്താ ഡോക്ടർ ജി, നിങ്ങൾ ഡിസ്ചാർജ് ആയല്ലോ, ഒരു സർജറി കഴിഞ്ഞ് കിടന്ന ഒരു ഡോക്ടർ ഫാമിലിയാണ്, ഡോക്ടറിനായിരുന്നു സർജറി. അപ്പൊ ഞാൻ കേട്ട്, നിങ്ങൾ എന്താ വീട്ടിൽ പോവാൻ, ഞാൻ 4 മണിക്ക് ഡിസ്ചാർജ് ആയതല്ലേ. അല്ല സിസ്റ്റർ ജി, നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞാൻ കേട്ട്, എന്താ കാര്യം? ഈ ഒരാഴ്ചക്കാലം എന്നെ ശുശ്രൂഷിച്ചത് സിസ്റ്റർ ജിയിൽ ഒന്ന് VIP വാർഡാണ്, അവിടെ ഒരു സിസ്റ്ററിനാണ് ഡ്യൂട്ടി ഇടുന്നത്, എന്നാൽ എനിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ നിങ്ങൾ എന്നെ ഈ ഒരാഴ്ചക്കാലം ശുശ്രൂഷിച്ചതല്ലേ, ഒരു ചെറിയൊരു സ്നാക്സ് തരാൻ വേണ്ടി നിന്നതാണ്. ഞാൻ പറഞ്ഞു, വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, ഇതൊന്നും ഇരിക്കട്ടെ, ഒരു കുഞ്ഞ് കേക്കാണെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നിട്ട് അവരങ്ങ് പോയി. രാത്രി 1 മണിയായപ്പോൾ എൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞ്, എൻ്റെ ഫയൽ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് കേക്കാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. എൻ്റെ വീട്ടിൽ ആഹാരമില്ല, എൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിച്ച് പോകാനുള്ള കാശില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു കേക്കിനകത്ത് ഒരു 2000 രൂപ വളരെ മനോഹരമായി പാക്ക് ചെയ്ത് അവരതിൽ കുത്തി വെച്ചിരിക്കുകയാണ്. പ്രിയ ദൈവജനമേ, കാക്കയിലൂടെ ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവം, നീ ഏത് സാഹചര്യത്തിലും നീ ഒരു ദൈവ പൈതലാണോ, നീ മുട്ടുമടക്കി കരയാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അങ്ങനെ എൻ്റെ വീട്ടിലെ ആവശ്യമായ എല്ലാ സാധനങ്ങള്, എൻ്റെ വണ്ടിയിലെ പെട്രോള് എല്ലാം അടിക്കുവാനായിട്ട് ദൈവം, അങ്ങനെ ഓരോരോ അനുഭവങ്ങളിൽ കൂടെ ആ സമയം ഞങ്ങളെ കർത്താവ് വഴി നടത്തി. പതറിപ്പോകുവാൻ, വീണു പോകുവാൻ, ആ കുടുംബം നഷ്ടമായി പോകുവാൻ കർത്താവ് അനുവദിച്ചില്ല. ആ കഷ്ടത്തിലും കർത്താവ് കൂടെ നിന്നു. ഞങ്ങൾക്ക് നല്ല ഭവനം തന്നു. നിന്റെ പപ്പയ്ക്ക് ഒരു മാനസാന്തരം കർത്താവ് കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയവ ചെയ്യുവാനിടയായി. അത് കഴിഞ്ഞപ്പോഴാണ്
എൻ്റെ പപ്പയുടെ കടഭാരങ്ങളെല്ലാം മാറി. ഞങ്ങൾക്ക് ഒരു ഭവനമൊക്കെ തന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വിവാഹത്തിനുള്ള സമയമാണ്. എനിക്കിങ്ങനെ ഞാൻ ജോലിയുണ്ട്, വിവാഹാലോചനകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു ഒറ്റ കാര്യമാണ്, പപ്പ എന്നെ വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തി ഒരു ദൈവ മകനായിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ ഈ വിഷയങ്ങളൊക്കെ അറിയുന്ന ഒരാളായിരിക്കണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പെണ്ണ് കാണാനൊക്കെ വരും. എല്ലാം ഇങ്ങനെ മാറി മാറി മുടങ്ങി പോയി. ഈ വിഷയം അറിയുമ്പോൾ പിന്നെ ആരും റിപ്ലൈ തരത്തില്ല. അങ്ങനെ ഒരു മാനസികമായി എൻ്റെ കുടുംബത്തിനകത്ത് ഒരു വിഷമം. എൻ്റെ പ്രായത്തിനേക്കാൾ ഇളയ കുട്ടികളെല്ലാം ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അമ്മ ലാസ്റ്റുള്ള കല്യാണങ്ങൾക്കൊന്നും പോകാതായി എൻ്റെ വീട്ടില്. അപ്പൊ അവസാനം ഞാൻ 2017 കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ എന്നെ ആരോഗ്യം തന്നു, നീ എനിക്ക് വിദ്യാഭ്യാസം തന്നു, നീ എനിക്ക് ജോലി തന്നു, എനിക്കെല്ലാം നീ തന്നു, ചോദിച്ചതെല്ലാം കർത്താവ് തന്നു. അപ്പൊ എനിക്കൊരു കുടുംബ ജീവിതം അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 2017 കർത്താവ് അതെനിക്ക് ചെയ്തു തരണം. എനിക്ക് കർത്താവ് എൻ്റെ മുന്നിൽ ആ വ്യക്തി, അങ്ങനെ ഒരു വ്യക്തി കർത്താവ് കൊണ്ടുവരും. ഒരു ബ്രോക്കർ അടുത്ത് ഞാൻ പോയില്ല പറയാൻ, വേറൊരാളുടെ അടുത്ത് എനിക്ക് ഇങ്ങനെ കാര്യങ്ങളുണ്ടെന്ന് പറയാൻ പോയില്ല. ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, കർത്താവേ, ഇതാണ് എൻ്റെ അവസ്ഥ, അങ്ങനെ ഒരു വ്യക്തിയെ അങ്ങ് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ഈ 2017 തീരുന്നതിന് മുമ്പായി എൻ്റെ മുന്നിൽ കർത്താവ് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുവാനിടയായി. 2017 ഡിസംബർ 24 എൻ്റെ ഹസ്ബൻഡിനെ കർത്താവ് എൻ്റെ വീട്ടിലേക്ക് അയക്കുന്നത്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ്, എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ, എനിക്കായിട്ട് കർത്താവ് ഒരു മകനെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, കർത്താവ് ഈ 2017 തീരുന്നതിന് മുമ്പായി കർത്താവ് എൻ്റെ മുന്നിൽ കൊണ്ടുവരണമേ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുവാനിടയായി. അപ്രകാരം തന്നെ 2017 ഡിസംബർ 24 എൻ്റെ ഹസ്ബൻഡിനെ കർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. പ്രിയ ദൈവജനമേ, എൻ്റെ വിവാഹം 2018 ഏപ്രിൽ 26 എൻ്റെ വിവാഹത്തിന് 3 വർഷത്തിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഹസ്ബൻഡ് പാസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എന്നെ ബൈബിൾ കോളേജിൽ ഒന്ന് പ്രാർത്ഥിച്ച് വിടണം എന്ന് പറഞ്ഞു വിളിച്ചു. രണ്ടുപേരും ഒരു പായൊക്കെ ഇട്ട് തറയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പാസ്റ്റർ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് പേര് സാം എന്നാണ്, പറഞ്ഞു, സാമേ, ഇതുപോലെ ഒരു കാഴ്ച പരിശുദ്ധാത്മാവ് കാണിക്കുവാണ്. നീ വിവാഹം കഴിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഹാർട്ടിന് പ്രശ്നമുള്ള ഒരു കുഞ്ഞാണ്, ഇതാണ് ദൈവഹിതം, സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ എന്ന് കേട്ടു. വിളിച്ചത് ബൈബിൾ കോളേജിൽ പ്രാർത്ഥിച്ച് വിടാൻ വേണ്ടിയിട്ടാണ് പാസ്റ്ററിനെ വിളിച്ചത്. പാസ്റ്റർ എണീറ്റ് നിന്ന് പറയുന്ന കാര്യം ഇതാണ്, മോനെ, പരിശുദ്ധാത്മാവ് പറയുവാണ്, നീ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ട്, ഇതാണ് ദൈവഹിതം, നിനക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടോ എന്ന് ചോദിച്ചു. എൻ്റെ ഹസ്ബൻഡ് ഒരു നിമിഷം ഇങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞു, ദൈവഹിതം ഇതാണെങ്കിലേ എനിക്കിത് മതി, പാസ്റ്റർ പ്രാർത്ഥിച്ചോളാം, ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും വിവാഹത്തിന് 3 വർഷത്തിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡിനോട് പ്രവാചകനിലൂടെ ഒരു ദൈവദാസനിലൂടെ പരിശുദ്ധാത്മാവ് ആലോചന കൊടുത്തു. എത്ര വിശ്വസ്തനായ ദൈവ, നിന്റെ കണ്ണുനീർ, നീ ഹൃദയത്തിൽ തേങ്ങുന്ന വിഷയം, നീ ഹൃദയത്തിൽ വേദനിക്കുന്ന വിഷയം, നീ ഹൃദയത്തിൽ ആരോടും പറയാതെ ഞരങ്ങുന്ന വിഷയത്തിനകത്ത് കർത്താവ് ചെയ്യുന്നുണ്ട്, കർത്താവിൻ്റെ അദൃശ്യകരം പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ വിവാഹം വളരെ മനോഹരമായി ആ ദേശത്ത് വെച്ച് കർത്താവ് അതിഗംഭീര മനോഹരമായി ഒന്നിനും കുറവില്ലാതെ കർത്താവിന്റെ വിവാഹം നടത്തി. ഞാൻ പ്രഗ്നന്റ് ആയി. പെട്ടെന്ന് തന്നെ എൻ്റെ ആന്റിമാര് പറഞ്ഞു, എൻ്റെ ഹാർട്ടിന്റെ സ്റ്റേറ്റസ് ഒന്ന് നോക്കണമെന്ന്, ശ്രീചിത്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഡോക്ടർ എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി വഴക്ക് പറഞ്ഞു, നിങ്ങൾക്ക് എന്തറിയാം, ഇവൾക്ക് വിവാഹം കഴിച്ചൂടാ, ഇവൾക്ക് ഒരു അമ്മയാകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി വഴക്ക് പറഞ്ഞു. പക്ഷെ ഹസ്ബൻഡ് ഭാരപ്പെട്ടില്ല. ഞാൻ എൻ്റെ വയറ്റിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, കർത്താവെ, അങ്ങ് നൽകിയ ഉദരഫലം അങ്ങ് ഒരു ഊനവും കൂടാതെ എൻ്റെ കുഞ്ഞിനെ അങ്ങ് തിരിച്ചു നൽകണമെന്ന് പ്രാർത്ഥിച്ചു. വളരെ കരഞ്ഞ അവസ്ഥയിൽ ഞങ്ങൾ വീട്ടിൽ വന്നു. 4-ാം മാസം തുടങ്ങിയപ്പോൾ എൻ്റെ മുഖം വണ്ണിച്ച് ഇത്രയായി, എൻ്റെ ശരീരം ഇത്രയായി, ഞാൻ വികൃത രൂപമായി. ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ ഹല്ലേലൂയ, ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം, ഇനി ഡ്യൂട്ടിക്ക് പോകാൻ പാടില്ല. ഞാൻ 4-ാം മാസം തുടങ്ങിയപ്പോൾ ജോലി റിസൈൻ ചെയ്ത് ഡ്യൂട്ടിക്ക് പോകാതെ എന്നെ SIT ഹോസ്പിറ്റലിൽ, ട്രിവാൻഡ്രം SIT ഹോസ്പിറ്റലിലേക്ക് എന്നെ അഡ്മിറ്റ് ചെയ്തു. എല്ലാ പേപ്പറുകളിലും എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് അനിയൻ്റെ നിന്ന് സൈൻ ചെയ്ത് വാങ്ങിച്ചു. ഇനി ചിലപ്പോൾ മിക്കവാറും ഈ ഡെലിവറിയോട് കൂടെ നിങ്ങൾക്ക് അമ്മയെ നഷ്ടപ്പെടും, കുഞ്ഞിനെ നഷ്ടപ്പെടും, ഒരു പ്രതീക്ഷയും വേണ്ട, നിങ്ങൾ എന്തിനാണ് ഇതിന് മുതിർന്നത്, ധന്യയ്ക്ക് ഒരിക്കലും പ്രഗ്നന്റ് ആവാൻ കഴിയില്ല, ധന്യയുടെ ശരീരത്തിൽ നന്നായിട്ട് ബ്ലഡ് സപ്ലൈ ഇല്ല, അവൾ ഇന്നും ജീവിച്ചിരിക്കുന്നത് ഒരു മിറാക്കിളാണ്, പിന്നെ എങ്ങനെയാണ് അവളുടെ കുഞ്ഞിന് ബ്ലഡ് സപ്ലൈ കൊടുക്കുവാനായിട്ട് കഴിയും എന്നൊക്കെയുണ്ടോ
ഡോക്ടർ പറഞ്ഞു എന്നെ അഡ്മിറ്റ് ചെയ്യുവാനിടയായി. ഒത്തിരിയും പേപ്പറുകളിൽ സൈൻ ചെയ്ത് അവർ വാങ്ങിച്ചു. അവരുടെ ഹോസ്പിറ്റലിനോ ഡോക്ടേഴ്സിനോ ആർക്കും പ്രശ്നം വരാതിരിക്കാൻ എല്ലാ പേപ്പറുകളിലും അവർ സൈൻ ചെയ്ത് വാങ്ങിച്ചു. എണ്ണം നോക്കി. അങ്ങനെ 7 പൂർത്തിയായ സമയത്ത്, അമ്മേൻ 7 പൂർത്തിയാവുന്നതിന് മുമ്പേ ഈ ഓരോ മാസം ഒറ്റ റൂമിലാണ് ഞാൻ ഹോസ്പിറ്റലായിരിക്കുന്നത്. ആ ഒരു അനുഭവം ഞാൻ പറയാം പെട്ടെന്ന് തന്നെ. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ഈ 4-ാം മാസം മുതൽ ഒറ്റ റൂമിൽ ഞാൻ കിടപ്പിലാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ദേഹം, രൂപം, ഭാവം എല്ലാം വികൃത രൂപമായി നിറവയറോടെ ഞാൻ ആയിരിക്കുന്ന സമയത്ത് ഈ രാത്രി സമയത്താണ് കൂടുതൽ ബുദ്ധിമുട്ട്. രാത്രി സമയമാവുമ്പോഴേ എൻ്റെ ശ്വാസം എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര സ്ട്രഗിളാണ്. പക്ഷെ ഞാൻ ആരോടും പറയില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല, വചനം വായിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ ബൈബിൾ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് കരയും. എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണുനീര് വരും. എൻ്റെ അമ്മയൊക്കെ റൂമിൽ ഉറങ്ങി കിടക്കുന്ന സാഹചര്യമാണ്. ഞാൻ പറയും, കർത്താവേ, അങ്ങ് നൽകിയ ഉദരഫലം ഇതങ്ങ് തിരിച്ചു തരണമേ, ഇതിനൊരു ദോഷവും വരല്ലേ, കർത്താവ് ഇത് തിരിച്ചു തരണമേ എന്നിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കുവാനിടയായി. ഒരു മത്സ്യത്തിനെ നദിയിൽ നിന്ന് കരയിൽ പിടിച്ചിട്ടും പോലെ അത് പിടയ്ക്കുന്ന അവസ്ഥയിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി. അവിടെയൊക്കെയും കർത്താവിൻ്റെ കൂടെ ഇരുന്നു. എൻ്റെ നല്ലവനായ ദൈവം എൻ്റെ കൂടെ ഇരുന്നു. പ്രിയ ദൈവജനമേ, അങ്ങനെ 7-ാം മാസം പൂർത്തിയായി. സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ കുഞ്ഞ് കരഞ്ഞില്ല. അവളുടെ ബ്ലഡ് വെസൽസ് എല്ലാം പൊട്ടി, അവളുടെ കൈകാലുകളെല്ലാം പൊട്ടി, ഞരമ്പുകളെല്ലാം പൊട്ടി, രക്തം ഒലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അവൾ കരഞ്ഞില്ല. അവളെ നേരെ NICയിലോട്ട് മാറ്റി. എൻ്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലായി. എന്നെ കാർഡിയക് ICയിലോട്ട് മാറ്റി. NICയിലോട്ട് മാറ്റി. എൻ്റെ കുഞ്ഞിന് CPAP കണക്ട് ചെയ്തു. കൈ മുഴുവൻ, കാൽ മുഴുവൻ. അവൾ വളരെ വളരെയധികം ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലേക്ക് അവൾ NICയിലേക്ക് ഡോക്ടർ കൊണ്ടുപോകാനിടയായി. ഞാൻ കാർഡിയക് ICയില് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥയ്ക്ക് കർത്താവ് ഭേദം നൽകി. ഞാൻ എഴുന്നേറ്റു. എനിക്ക് നല്ല ബോധമൊക്കെ വന്നു. ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, എൻ്റെ കുഞ്ഞെന്തേ, എനിക്ക് ആ കുഞ്ഞിനെ കാണണം, എനിക്ക് ആ കുഞ്ഞിൻ്റെ അടുത്ത് പോകണോ, എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇപ്പൊ കാണണ്ട എന്ന് ഡോക്ടർ ഒത്തിരി പറഞ്ഞുവെങ്കില ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം, കണ്ടേ മതിയാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറിന്റെ എൻ്റെ നിർബന്ധം കാരണം ഒരു വീൽ ചെയറിൽ എന്നെ കയറ്റി എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് NICയിലോട്ട് എന്നെ കൊണ്ടുപോയി. ഞാൻ കണ്ടത് ഇപ്രകാരമാണ്. അവളുടെ കൃത്രിമ ശ്വാസം ഘടിപ്പിച്ച് കൈ മുഴുവനും കുത്തി, കാല് മുഴുവനും കുത്തി. ഇനി കുത്തുവാൻ സ്ഥലമില്ല. ഒരു മാംസപിണ്ഡം, കുറെ ഉയറുകൾക്ക് ചുറ്റും ഒരു കൃത്രിമ ശ്വാസത്തിനകത്ത് എന്നെ കുഞ്ഞു കിടക്കുന്ന കാഴ്ച കണ്ടു. ഒരു നേഴ്സെന്നോ ഒന്നും ഞാൻ നോക്കിയില്ല. അവിടെ നിന്ന് ഒരു അമ്മയുടെ വേദന കാരണം ഞാൻ അലറിക്കരഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ, എനിക്ക് തന്ന ഉദരഫലം അത് നീ തിരിച്ച് ജീവനോടെ എൻ്റെ കരങ്ങളിൽ തരണമേ. ഈ കുഞ്ഞിന് എന്താണോ ഊനം അതെന്റെ കർത്താവ് മാറ്റി തരണമേ എന്നിങ്ങനെ കരയുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രിയ ദൈവജനമേ, അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ധന്യ, കുഞ്ഞിന് സക്കിങ് എബിലിറ്റി ഇല്ല. കുഞ്ഞ് അഥവാ ജീവനോടെ ഇരുന്നാൽ ഒരു മന്ദബുദ്ധിയായി തീരും. കുഞ്ഞിന് യാതൊരു മരുന്നുമായിട്ട് ഒരു റെസ്പോൺസ് ഇല്ല. ഇപ്പൊ കൃത്രിമ ശ്വാസമുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. സക്കിങ് എബിലിറ്റി അല്പം പോലും ഇല്ല. ചുണ്ട് ചലിച്ചാലെങ്കിലേ പാല് കുറച്ചെങ്കിലും അകത്തോട്ട് എത്തത്തുള്ളൂ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഡോക്ടർ അവളെ കുറിച്ച് എന്നോട് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ധന്യ, നാളെ ഒരു പാല് പിഴിഞ്ഞൊന്ന് കൊണ്ടുവന്ന് നോക്കൂ, ഞങ്ങളൊന്ന് ട്യൂബിലൂടെയോ ഉപകരണത്തിലൂടെയോ ഒന്ന് കൊടുത്തു നോക്കട്ടെ എന്ന് പറഞ്ഞു. മൂക്കിലൂടെ വായിലൂടെ ട്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്റെ പാല് പിഴിഞ്ഞ് ഞാൻ കുറെ സമയം ഈ പാത്രത്തിലെ ഈ പാലിന്മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ് ഈ പാല് കുടിക്കുമ്പോൾ ഇത് പഥ്യമായി മാറ്റണം. ഇത് അവളുടെ ശരീരത്തിൽ ഇറങ്ങുമ്പോൾ തല മുതൽ പാദം വഴി അവൾക്ക് എന്താണോ അസുഖം, കർത്താവേ, ഇതൊരു ഔഷധമാക്കി കർത്താവേ അവളിൽ അങ്ങ് വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ് ഇതിന്മേൽ പരിവർത്തിക്കണമെന്ന് പറഞ്ഞ് നാം കുറേ സമയം സിസേറിയനാണ്, വേദനയുണ്ട്, പലവിധമായ വേദനയുണ്ട്, അതെല്ലാം മറന്ന് എൻ്റെ ഈ പാലിൽ കൈവച്ച് ഏകദേശം കുറേ സമയം ഞാൻ പ്രാർത്ഥിച്ച് വീൽ ചെയറിൽ കയറി ഈ പാലുമായി കുഞ്ഞിനെ കാണാൻ പോയി. ഞാൻ ഡോക്ടറിന്റെ കയ്യിൽ ഈ പാല് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്യാം, ഡോക്ടർ കൊടുത്തിട്ട് സ്റ്റാറ്റസ് എന്താണെന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഡോക്ടർ ഈ ട്യൂബിലൂടെ ഈ പാല് കൊടുത്തിട്ട് പറഞ്ഞു, അതുവരെ അവൾക്ക് യൂറിൻ പോകത്തില്ല, യൂറിൻ ഇതുവരെ അവൾക്ക് പോയിട്ടില്ല. ഈ പാല് അവൾക്ക് ട്യൂബിലൂടെ കൊടുത്തു. കുറച്ച് മിനിറ്റുകളായി, ഏകദേശം ഒരു അരമണിക്കൂറായപ്പോ ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞു, ധന്യ, അവളുടെ പാല് ഡൈജസ്റ്റ് ആയി, യൂറിൻ ഔട്ട്
ഔട്ട്പുട്ട് പുറത്തു വന്നു. പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്റെ വിശ്വാസം വർദ്ധിച്ചു. പിന്നെ ഞാൻ കുറച്ചുകൂടെ സമയമെടുത്ത് ഈ പാല് പ്രാർത്ഥിച്ച് ഇവളെ കാണാൻ പോകും. അങ്ങനെ ഓരോ ദിവസം ഈ പാല് ഇവൾക്ക് പ്രാർത്ഥിച്ച് കൊണ്ടുകൊടുക്കോ. ഡോക്ടർ ഓരോ ദിവസം കഴിഞ്ഞ് കയ്യിലുള്ള ട്യൂബ് മാറ്റി, മൂക്കിലുള്ള ട്യൂബ് മാറ്റി, വായിലുള്ള ട്യൂബ് മാറ്റി, അവളെ കൃത്രിമ ശ്വാസം അവളെ നിന്ന് മാറ്റി. എന്റെ പ്രിയ കുഞ്ഞിനെ എന്റെ കർത്താവ് എന്റെ കരങ്ങളിൽ തന്നു. പ്രിയ ദൈവജനമേ, അങ്ങനെ അവളെ ഡോക്ടർ പറഞ്ഞു തന്നെയാ ഇവളുടെ എല്ലാ ടെസ്റ്റുകളും ചെയ്യണം, ഡിസ്ചാർജ് ടൈമായി, എല്ലാ ടെസ്റ്റുകളും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഡോക്ടർ, എല്ലാ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും ചെയ്യുവാണ്. ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ തലയിൽ ഫ്രോണ്ടൽ റീജിയനിൽ ഒരു മുഴ. ഡോക്ടർ പറഞ്ഞു അയ്യോ ഒരു മുഴയുണ്ടല്ലോ ഇത്ര കുഞ്ഞിലെ, ഫ്രോണ്ടൽ റീജിയനിൽ ഒരു വലിയ മുഴയുണ്ട്, അത് സർജറി ചെയ്താൽ മന്ദബുദ്ധിയായി തീരും, ഇന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവിടെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇത്രത്തോളം സൗഖ്യം തന്ന ദൈവമേ, എന്റെ കുഞ്ഞിന്റെ തലയിലെ മുഴ കർത്താവ് മാറ്റി തരണമേന്ന് അവിടെ നിന്ന് കർത്താവിനോട് കരഞ്ഞു. ആദ്യത്തെ 2 സ്കാനിലും അവളെ തലയിൽ ആ മുഴയുണ്ടായിരുന്നു. 3ാമത്തെ സ്കാനിൽ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് പിറ്റേന്ന് ഞങ്ങൾക്ക് മെട്രോ സ്കാൻ സെന്റർ ട്രിവാൻഡ്രത്ത് കൊണ്ടുപോകണം. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് കരയാൻ തുടങ്ങി. കർത്താവെ സഹായിപ്പാൻ ആരുമില്ല, ദൈവമേ ഇതിനു വേണ്ടി ചെലവെക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, നാദാ നീ ഒരു സൗഖ്യം കൊടുത്തേ മതിയാവൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ കരയാൻ തുടങ്ങി. പ്രിയ ദൈവജനമേ, അന്ന് തന്നെ ആ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ കർത്താവിന്റെ കുഞ്ഞിനെ തൊട്ട് സൗഖ്യമാക്കി. പിറ്റേന്ന് മെട്രോ സ്കാൻ സെന്ററിൽ ട്രിവാൻഡ്രത്ത് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി. പല വിദഗ്ധ ഡോക്ടർമാരുണ്ട്. ഹല്ലേലൂയ. അന്ന് എന്റെ അനിയത്തി കിംസിലെ സ്റ്റാഫ് നഴ്സ് ആണ്. അവള് എന്റെ അനിയത്തിയും കൂടെയുണ്ട്. പല ഡോക്ടർമാരും വിദഗ്ധ ഡോക്ടർമാർ എന്റെ കുഞ്ഞിനെ പരിശോധിച്ചു. മാറി മാറി പരിശോധിച്ചിട്ട് പറഞ്ഞു there is no evidence of any sister. അവിടെ ഒന്നുമില്ല, അത് നോർമൽ എന്നൊരു റിപ്പോർട്ടുമായി മടങ്ങുക. കർത്താവ് സഹായിച്ചു. ഇന്ന് അവൾക്ക് 6 വയസ്സുണ്ട്. വളരെ ശക്തമായി ബലമായി അവൾ ഓടി തുള്ളി ചാടി നടക്കുന്നു. കർത്താവിന്റെ വചനങ്ങൾ പറയുവാനും പാട്ട് പാടുവാനും ഒക്കെ കർത്താവ് സഹായിക്കുന്നു. മിടുക്കിയായി കർത്താവ് നിർത്തിയിരിക്കുന്നു. ഇതെന്റെ കഴിവല്ല, എന്റെ ബലമല്ല, യേശു കൂടെ ഉള്ളത് കൊണ്ടാണ്. യേശു കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും കിട്ടത്തില്ലായിരുന്നു. ആമേൻ. അങ്ങനെ മെഡിക്കൽ സയൻസിനെ തോൽപ്പിച്ചുകൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, വിധികളെ മാറ്റി എഴുതിക്കൊണ്ട് ഞാൻ 9ാം ക്ലാസ്സിൽ നഷ്ടപ്പെട്ട എന്റെ സകലത് കർത്താവ് എനിക്ക് തിരിച്ചു തന്നു. പ്രിയ ദൈവജനമേ, എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, നമ്മുടെ ഏത് സാഹചര്യത്തിലോ മദ്യപാനത്തിലാണോ നീ കരയുന്നത്, എന്റെ പപ്പയുടെ മദ്യപാനം എന്റെ കർത്താവ് മാറ്റി. കടഭാരത്തിലാണോ നീ ആയിരിക്കുന്നത്, കടഭാരം മാറ്റുവാൻ കർത്താവിന് കഴിയും. രോഗത്താലാണോ നീ ആയിരിക്കുന്നത്, രോഗം മാറ്റുവാൻ കർത്താവിന് കഴിയോ. എന്റെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുന്നവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. ലജ്ജയ്ക്കല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, അന്ത്യം വരെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വഴി നടത്താൻ ശക്തനാണ്. ആ ദൈവം ഇത്രത്തോളം ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് നടത്തുന്നുണ്ട്. എൽ ഷദായിയാണ്, സർവശക്തിയുള്ള ദൈവമാണ്. അബ്രഹാമിന് 99ാമത്തെ വയസ്സിൽ കർത്താവ് പ്രത്യക്ഷനായിട്ട് ദൈവം അബ്രഹാമിനോട് പറയുവാണ്, അബ്രഹാമേ ഞാൻ എൽ ഷദായി, സർവശക്തിയുള്ള ദൈവം, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പ്രിയ ദൈവജനമേ, നീ കരയുന്ന, നീ ഞരങ്ങുന്ന, നീ ഭാരപ്പെടുന്ന, ആമേൻ, നിന്റെ മുന്നിലും പിന്നിലാ, ആമേൻ, ഒരു വഴിയും ഇല്ലാതിരിക്കുന്ന സ്ഥാനത്ത് നീ മുട്ടിന്മേൽ നിന്ന് യേശുവേ എന്ന് വിളിക്കാൻ തയ്യാറാണെങ്കിൽ അവിടെ ഇറങ്ങി വരുന്ന ഒരു നല്ല ദൈവമുണ്ട്. എന്റെ ജീവിതത്തിനകത്ത് ഇറങ്ങി വന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇറങ്ങി വരിക, അത്ഭുതം ചെയ്യുവാനിടയായി തീരുക. ഇത്രത്തോളം ബലത്തോടെ ആയുസോട് ആരോഗ്യത്തിന് പല സ്ഥലങ്ങളിലും പോയി കുടുംബമായി കർത്താവിന്റെ വേല ചെയ്യുവാനുള്ള ആരോഗ്യം, ബല, കഴിവെല്ലാം ദൈവം തന്നു. എങ്ങനെയാ? എന്റെ കഴിവോ യോഗ്യതയോ അല്ല, എന്നെ വീണ്ടെടുത്ത ഒരു ദൈവം, അവസാനത്തുള്ളി രക്തം വരെ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന എന്റെ പ്രിയ കർത്താവ്. ആ കർത്താവ് എന്നെ ഇത്രത്തോളം എത്തിച്ചു. എന്റെ
എന്റെ കഴിവോ കൃപയോ അല്ല, എന്റെ ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം ഇന്ന് ഞങ്ങൾ വളരെ ശക്തമായി കർത്താവിന്റെ വേലയിൽ കുടുംബമായി അനേക സ്ഥലങ്ങളിൽ കർത്താവ് ഞങ്ങൾ അയക്കുന്നിടത്തൊക്കെയും പോയി യേശുവിനെ ഉയർത്തുക കർത്താവ് സഹായിക്കുന്നു. ആ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളൊന്ന് കരഞ്ഞാൽ, നിങ്ങളൊന്ന് യേശുവേ എന്നൊന്ന് വിളിച്ചാൽ ഒന്നും അറിയണ്ട. ആമേൻ. ഒരു പാസ്റ്റർ നിങ്ങൾ അടുത്ത് വരണ്ട, ഒരു സഭയിലും പോണമെന്നില്ല. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് യേശുവേ എന്നൊന്ന് വിളിച്ചാൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം എന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിച്ച ദൈവ നിങ്ങളുടെ ജീവിതത്തിനകത്ത് തീർച്ചയായും അത്ഭുതം ചെയ്യും. ആമേൻ. ഇത്രയും നേരം വളരെ വളരെ ക്ഷമയോടുകൂടെ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാരും TV ചാനലിലെ പ്രിയ ദൈവജനത്തോട്, അതുപോലെ കർത്താവിന്റെ വേലയില് വളരെ വിശ്വസ്തയോടെ ഇന്ന് കർത്താവ് വളരെ അധികമായി ഉപയോഗിക്കുന്ന കർത്താവിന്റെ പ്രിയദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്റർ, അരോമ TV ചാനലിലെ എല്ലാ പ്രവർത്തകരോട് എല്ലാവരോടും വീണ്ടും ഒന്നുകൂടെ യേശുവിന്റെ നാമത്തിലെ എന്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യത്തിന് വിരിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും തലകളെ വണക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ മനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അരോമ TV ചാനലിലൂടെ കർത്താവേ, അപ്പാ ഹല്ലേലൂയ കർത്താവേ, അങ്ങ് നടത്തിയ വിധങ്ങള്, അങ്ങ് നടത്തിയ വഴികള്, അങ്ങ് നടത്തിയ ഓരോ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുക. എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമെന്ന് ഒന്നുകൂടെ പറയുവാൻ കർത്താവ് ഒരിക്കൽ വിലയേറിയ ഭാഗ്യത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. യേശുപ്പാ നാഥ, ആരെങ്കിലും കർത്താവേ വളരെ ഭാരത്തോടെ വേദനയോടെ ഞരക്കത്തോടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവയുടെ ഹൃദയത്തിനൊക്കെ അങ്ങ് സമാധാനം നൽകണമേ, അങ്ങ് സന്തോഷം നൽകണമേ. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തില് അവർ വിടിവിക്കപ്പെടട്ടെ കർത്താവേ. അപ്പാ ഹല്ലേലൂയ. പിന്മാറ്റ അവസ്ഥയിൽ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ അവർ മടങ്ങി വരട്ടെ കർത്താവേ. ഇനി യേശുവിനോട് ചേർന്ന് ജീവിക്കുവാനുള്ള കൃപ കർത്താവേ ഓരോ മക്കൾക്കും കൊടുക്കണമേ. ഈ നല്ല യേശുവിനോട് പറ്റിയിരിക്കുക, ഈ നല്ല ദൈവത്തോട് കൂടെ ജീവിക്കുക, ഈ നല്ല ദൈവത്തെ മുറുകെ പിടിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ദൈവമേ, ആശയൊക്കെ മറ്റുപോയി, ഇനി ജീവിതത്തിന് ഒരു പ്രതീക്ഷയുമില്ല, മുന്നോട്ട് പോകുവാൻ ഒരു വഴിയുമില്ല എന്ന് ഭാരത്തോട് ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തില് ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മേൽ ഇറങ്ങട്ടെ കർത്താവേ. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ തേജസ് അവരുടെ മേൽ ഇറങ്ങട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തില് അവരുടെ വിഷയത്തിനകത്ത് ഒരു അത്ഭുതം കർത്താവ് ചെയ്യണമേ. കർത്താവ് അവരെ മാനിക്കണമേ, കർത്താവ് അവരെ വിടുവിക്കണമേ, കർത്താവ് അവരെ ആമേൻ ഹല്ലേലൂയ അത്ഭുതമായി വഴി നടത്തണമേ. അപ്പാ ഇത്രത്തോളം അങ്ങ് ഞങ്ങൾ ഓരോ ദിവസവും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് നടത്തുന്ന നല്ല കൃപകൾക്കായി സ്തുതിക്കുന്നു കർത്താവേ. അപ്പാ പ്രതിശേഷ പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്റർ അദ്ദേഹം ചെയ്യുന്ന എല്ലാ നല്ല സുവിശേഷ പ്രവർത്തനങ്ങളെ അങ്ങ് മാനിക്കണമേ. ഇനി അധികമായി അങ്ങ് കർത്താവേ എല്ലാ വഴിവാതിലുകൾ തുറന്നു കൊടുക്കണമേ. ഇനി അനേകരെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നേടുവാൻ കർത്താവ് സഹായിക്കണമേ. അരോമ TV ചാനലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് മാനിക്കണമേ. കർത്താവേ, ഇത്രയും നേരം എന്റെ സാക്ഷ്യം ശ്രവിച്ച എല്ലാ ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തില് ഒരനുഗ്രഹമായിരിക്കട്ടെ. ഒന്നുകൂടെ എല്ലാപ്പന്റെ കരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അവൻ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിന് പിതാവേ, ആമേൻ. താങ്ക് യു പ്രിയ സിസ്റ്റർ ധന്യാസാം. ഇത്രത്തോളം സമയം ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ശക്തിയേറിയ ഒരു സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നതിൻ്റെ പിന്നിൽ വലിയൊരു വില കൊടുത്തു എന്ന് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ചില വില കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിലയേറിയത് പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. കർത്താവിൻ്റെ ദാസി ധന്യ വളരെ ചെറുപ്പം മുതൽ കടന്നുപോയതായ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലൊരു സാക്ഷ്യം പറയുവാൻ ദൈവത്തിന് മുന്നമേ പദ്ധതി ഉണ്ടായിരുന്നു. അത് മാതാപിതാക്കന്മാരുടെ ആഗ്രഹമല്ല, ധന്യയുടെ ആഗ്രഹവുമല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ, ആ പരിപാടിയിൽ ദൈവം ഉൾപ്പെടുത്തിയ കാര്യമാണ്. ഡോക്ടർമാർ
വൈദ്യശാസ്ത്രം, മരുന്ന്, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ചില മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിച്ച ഒരു അത്ഭുത സാക്ഷ്യമാണ് പ്രിയ സിസ്റ്റർ ധന്യയുടേതെന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. സ്കൂളിലെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു. സമൂഹത്തിലെ കൂട്ടുകാരും വീട്ടുകാരും പ്രിയപ്പെട്ടവരുമായിട്ടുള്ള കൂട്ടായ്മകൾ നിഷേധിക്കപ്പെട്ടു. എന്തിന് ഏറെ പറയണം, കളിക്കൂട്ടുകാരോടൊപ്പം കളിച്ചു നടക്കേണ്ടുന്ന ആ നല്ല പ്രായത്തിൽ അതെല്ലാം നിഷേധിക്കപ്പെട്ടു. നല്ല ആഹാരം നിഷേധിക്കപ്പെട്ടു, നല്ല വസ്ത്രം നിഷേധിക്കപ്പെട്ടു, ഒരു കുടുംബജീവിതം പോലും ഉണ്ടാകരുത് എന്ന് നിഷേധിക്കപ്പെട്ടു. എല്ലാ നിലയിലും നിഷേധങ്ങൾ മാത്രം വിധിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവസന്നിധിയിൽ കരയുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും തുടങ്ങിയപ്പോൾ, ഞാൻ ഒന്നുകൂടി എടുത്തു പറയട്ടെ, സ്കൂൾ വിദ്യാഭ്യാസത്തിന് അനുവാദമില്ലാതിരുന്നപ്പോൾ വളരെ നിർബന്ധത്തിൽ വാത്സല്യ പിതാവിനോട് പറഞ്ഞപ്പോൾ പാഠപുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു തന്നു. അതിൻ്റെ മുന്നിൽ ഇരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. വേദപുസ്തകം അതിൻ്റെ ഏറ്റവും മുകളിൽ വച്ചിട്ട് വളരെ പ്രതീക്ഷയോടെ വളരെ വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും പഠിക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും BSc നേഴ്സിങ്ങും വളരെ മെച്ചപ്പെട്ട നിലയിൽ പൂർത്തീകരിപ്പാൻ ദൈവം സഹായിച്ചു. നല്ല ഉന്നതമായ സ്ഥാപനങ്ങളിൽ പഠിച്ച് നല്ല നിലയിൽ നല്ലൊരു ജോലി നേടുവാനും ഇടയായി തീർന്നു. BSc നേഴ്സായിരുന്നു. മാതാപിതാക്കന്മാരുടെയോ അല്ലെങ്കിൽ സിസ്റ്റർ ധന്യയുടെയോ ഹൃദയത്തിലെ ആഗ്രഹമായിരുന്നു എങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു അതിനേക്കാൾ ഉന്നതമായ ഒരു പദവിയിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത്. അത് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയാണ്. ഏത് വിഷയത്തിൽ ഏത് മേഖലയിൽ നമ്മളെ തോൽപ്പിക്കുവാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ ലോകത്ത് പിശാച് ആയുധവുമായി ഇറങ്ങിപ്പുറപ്പെട്ടു, ആ മേഖലയിലേക്ക് ഇറങ്ങി വന്ന് അവിടെ ഈ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന അനേകരെ ഇന്ന് കർത്താവിങ്കിലേക്ക് ഒരുക്കിയെടുക്കുവാൻ തക്കവണ്ണം വാത്സല്യ സഹോദരിയെ കുടുംബമായി ദൈവം ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. കുടുംബജീവിതത്തിൽ ഒരു തലമുറയുണ്ടായി, അതിനെ ജീവിക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് പിശാച് വാദിച്ചു. ധന്യയുടെ ജീവിതത്തെ തകർത്ത് കളയാൻ ശ്രമിച്ച പിശാച്, തലമുറയെ തകർത്ത് കളയാൻ ശ്രമിച്ച പിശാച്, ഒരുപാട് ജീവിതങ്ങൾ ഇന്ന് പിശാചിനാൽ തകർത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഒരു അത്ഭുത സാക്ഷ്യമായി കർത്താവിൻ്റെ ദാസിയും കുടുംബവും ഇന്ന് ഈ സാക്ഷ്യം വഹിക്കുവാൻ, ഈ സത്യസുവിശേഷം പറയുവാൻ കർത്താവ് നിങ്ങളെ ഇന്ന് ഉപയോഗിക്കുന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യം അനേകരുടെ കണ്ണ് തുറക്കുവാൻ, അനേകരെ കർത്താവിങ്കിലേക്ക് വഴി നടത്തുവാൻ പര്യാപ്തമായി തീരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസിക്ക് ദൈവ സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ് തന്ന് കർത്താവിന് വേണ്ടി ഏറെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഏറെ വേദികളെ കർത്താവ് ഒരുക്കട്ടെ എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തലമുറയെ തന്ന ദൈവം തലമുറകളെ തന്ന് വീണ്ടും അനുഗ്രഹിക്കട്ടെ. ആത്മീയ തലമുറ, അക്ഷരീയ തലമുറകളെ ദൈവം തന്ന് പിന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവനാമം അതിലൂടെ മഹിമപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ ഓരോ മാന്യ പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഏറെ പ്രചോദനവും പ്രത്യാശയും വിശ്വാസവും കർത്താവിലുള്ള ആശ്രയവും ആയിരിക്കുവാൻ, പ്രത്യേകിച്ച് മരുന്നിനേക്കാൾ വൈദ്യശാസ്ത്രത്തെക്കാൾ ഉപരി ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും അടിയുറച്ച് വിശ്വസിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിലൂടെ ഒരു വചനം ഇങ്ങനെ കടന്നു വന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. അതെ, ദൈവത്തിൻ്റെ വചനത്തിന് ഇറങ്ങിച്ചെല്ലുവാന് പ്രവർത്തിക്കുവാന് നാം ഒരു പാത്രമായി തീരുമെങ്കിൽ ആമേൻ, അത് ഒരു വൈദ്യശാസ്ത്രത്തിനോ മരുന്നിനോ നമ്മിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയാത്ത ഇടത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരികവും മാനസികവും ആത്മീയവുമായ തലത്തിലേക്ക് ഈ ദൈവത്തിൻ്റെ വചനം ഇറങ്ങിച്ചെന്ന് ക്രിയ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു റിക്രിയേഷൻ, ഒരു പുനഃസൃഷ്ടി നടക്കുവാൻ ആമേന് ഇടയായിത്തീരും. ആകയാൽ പ്രിയ സഹോദരിയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും കേൾവിക്കാരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവസ്ഥലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സാക്ഷ്യം കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ആമേൻ ഇടയായിത്തീരും. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്.
എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് അരോമാറ്റിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ആമേനെ പ്രേക്ഷകരോടൊപ്പം ആമേനെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടിക്കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com